بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد. അല്ലാഹുവേ, പഠിച്ചവനെ, നീ പൊരുത്തപ്പെട്ട നിൻ്റെ അടിമകളിൽ ഞങ്ങളെ നീ ചേർത്ത് തരണമേ റബ്ബേ. അല്ലാഹുവേ, ഇന്നലെ രാത്രി എത്ര ആളുകൾ നിന്നിലേക്ക് കൈപൊക്കി. അവരിൽ സ്വീകരിക്കപ്പെട്ടവരെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളീ സമയത്ത് ദുആയും ചേർത്ത് തരണമേ റബ്ബേ. ഞങ്ങൾക്ക് ആഫുവും ആഫിയത്തും തരണമേ റബ്ബേ. ആഫുവും ആഫിയത്തും തരണമേ റബ്ബേ. ആഫുവും ആഫിയത്തും തരണമേ റബ്ബേ. ഗൈനയും റഹ്മത്തും തരണമേ റബ്ബേ. ഗൈനയും റഹ്മത്തും തരണമേ ഗൈനയും റഹ്മത്തും തരണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദീന് തരണമേ റബ്ബേ. ആഖിബത്ത് ഖൈറാക്കണമേ റബ്ബേ. സൂൽ ഖാത്തിമയെ തൊട്ട് കാക്കണമേ റബ്ബേ. സുന്നത്ത് ജമാഅത്തിനെ വിജയിപ്പിക്കണമേ റബ്ബേ. അതിനുവേണ്ടി അധ്വാനിച്ച ഈ അവസാന കാലത്ത് അത് നിലനിന്ന ദീന് ഹക്കായ രൂപത്തിൽ നിലനിൽക്കാൻ വേണ്ടി അധ്വാനിച്ചവരുടെ പേരിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഈ പാപികൾ, ഞങ്ങളുടെ പേരും നിൻ്റെ ഫദ്ല് കൊണ്ട് ചേർത്ത് തരണമേ റബ്ബേ. ആവേ മൻ 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 അഹ്യാ സുന്നതി ഇൻദ ഫസാദി ഉമ്മത്തി ഫലോ അജ്റു മിഅത്തി ഷഹീദ്. 100 ഷഹീദിൻ്റെ പദവിയുള്ളവരിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. നീ നഷ്ടപ്പെട്ടു, സുന്നത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഇന്നത്തെ കാലത്ത് സുന്നിയത്താകുന്ന വാജിബായ സുന്നത്ത്, സുന്നത്താകുന്ന സുന്നിയത്താകുന്ന വാജിബായ സുന്നത്ത്, അതിനേക്കാൾ ഹയാത്താക്കേണ്ട ഒരു സുന്നത്തില്ലല്ലോ. അതാണല്ലോ ഏറ്റവും വലിയ സുന്നത്ത്. അത് ഹയാത്താക്കാൻ വേണ്ടി അധ്വാനിച്ചവരുടെ പേരിൽ കൂട്ടത്തിൽ ഈ പാപികളായ ഞങ്ങളുടെ പേരും ആ ലിസ്റ്റിൽ ചേർക്കണമേ റബ്ബേ. അല്ലാഹുവേ, റഹ്മാനെ, രക്ഷിതാവേ, ആ സുന്നത്ത് ഹയാത്താക്കുന്നവർക്കുള്ള 100 ഷഹീദിൻ്റെ കൂലി ഞങ്ങൾക്കും നൽകണമേ റബ്ബേ. ഞങ്ങൾ ദുആഇനെ ഖബൂലാക്കണമേ റബ്ബേ. പ്രയാസങ്ങളെ പരിഹരിക്കണമേ റബ്ബേ. ഞങ്ങളെ ഉമ്മാക്കും ബാപ്പാക്കും പുറത്തു കൊടുക്കണമേ റബ്ബേ. ഞങ്ങളെ മക്കളെ സ്വാലിഹാക്കണമേ റബ്ബേ. കുടുംബത്തിൽ ഐശ്വര്യം തരണമേ റബ്ബേ. കടം വീട്ടി തരണമേ റബ്ബേ. കടം തന്നും വെറുതെ തന്നും ഞങ്ങളെ സഹായിച്ചവരെയൊക്കെ നീ സഹായിക്കണമേ റബ്ബേ. എല്ലാ നിലയിലും ഞങ്ങളെ സഹായിക്കണമേ റബ്ബേ. ഞങ്ങൾ വീടുകളെ സന്തോഷത്തിൻ്റെ വീടാക്കണമേ റബ്ബേ. ഞങ്ങളുടെ മഹല്ല് ഈമാൻ്റെ മഹല്ലാക്കണമേ റബ്ബേ. അവസാന കാലത്ത് ഓരോ നാടുകളിലും ദജ്ജാല് പൊട്ടിമുളക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ദജ്ജാല് ഞങ്ങളെ മഹല്ലിൽ പൊട്ടിമുളക്കരുതേ പഠിച്ചോനെ. ഞങ്ങളെ മഹല്ലിൽ കാലഘട്ടത്തിൻ്റെ ദജ്ജാലുകൾ മുളക്കരുതേ പഠിച്ചോനെ. അത്തരം ദജ്ജാലിയങ്ങൾ കദ്ദാബീങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റബ്ബേ. ഞങ്ങളെ നീ പ്രത്യേകം കാക്കണമേ റബ്ബേ. ഞങ്ങളെ മക്കൾ ആഖിർ സമാൻ്റെ ദജ്ജാലിയത്തിൻ്റെ പിന്നാലെ ഓടുന്ന മക്കളാകരുതേ പഠിച്ചോനെ. ആ മക്കളെ നീ മഹാന്മാരായ ആരിഫീങ്ങളെ പിൻഗാമികളും ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങളെപ്പോലത്തെ സ്വാലിഹീങ്ങളെ പിൻഗാമികളും ബഹുമാനപ്പെട്ട കണ്യത്തിനെ പോലെയുള്ള സൂക്ഷ്മശാലികളെ പിൻഗാമികളും ആക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, രക്ഷിതാവേ, റഹ്മാനെ, അല്ലാഹ്, നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണമേ റബ്ബേ. എല്ലാം പൊരുത്തപ്പെട്ട് തരണമേ റബ്ബേ. ഈ മജ്‌ലിസിനെ ഖബൂലാക്കണമേ റബ്ബേ. ഈ മജ്‌ലിസിനെ ഖബൂലാക്കണം. ഇത് ഫലം, ഒരു ഖൈറായ ഫലം ഈ പ്രസംഗത്തിൽ 286-ാമത്തെ മജ്‌ലിസാണ്. ഓരോ മജ്‌ലിസ് കേൾക്കുന്ന അള്ളാഹുവിലേക്ക് വാതിൽ തുറക്കണമേ റബ്ബേ. കാണുമ്പോൾ ലക്ഷ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കും ഞങ്ങളെ കേൾക്കുന്നവർക്കും നിന്നിലേക്ക് വാതിൽ തുറന്നു തരണമേ പഠിച്ചോ. നിന്നിലേക്ക് വാതിൽ തുറക്കണമേ റബ്ബേ. നിന്നിലേക്ക് വാതിൽ തുറക്കണമേ റബ്ബേ. നിന്നിലേക്ക് വാതിൽ തുറക്കണമേ റബ്ബേ. ആമീൻ 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 റഹ്മത്തിക യാ റഹ്മാൻ. കൃത്യം സമയം 7:40. 8:15 എന്നോട് പറയണം. ഞാൻ ഒരു മത്തിന് ഒരു ഹെഡിങ് വായിക്കുകയാണ്. ചെവി കൂർപ്പിച്ച് കേൾക്കണം. അതാണിപ്പോൾ ഞാൻ ഒരു 4 ആഴ്ച പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5 ആഴ്ച റമദാൻ്റെ മുമ്പ് തുടങ്ങിയതാണ്. റമദാനിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. റമദാൻ എന്നാൽ ഷഹ്റു സൗമി എന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ മനസ്സിലാക്കേണ്ടത് ഷഹ്റു ദുആഇ എന്നാണ്, അല്ലേ? അതിന് പൂർത്തീകരണം പറയാണ്. അടുത്ത ക്ലാസ്സിൽ വേറെ വിഷയം പറയാം. ഇതൊരു പൂർത്തീകരണം. ഇത് കഴിഞ്ഞിട്ടല്ല, പിന്നെയും പറയാം, തീരൂല. ഞാൻ ഇപ്പോൾ ഒരു പൂർത്തീകരണം പറഞ്ഞ് അവിടെ നിന്ന് വേറെ വിഷയത്തിലേക്ക് പോകാം. 4-5 ആഴ്ചയായി ദുആ 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 എന്ന് പറയുന്നത്. ദുആ തന്നെ. ഇനി ഞങ്ങൾക്കൊരു വാക്ക് പറഞ്ഞു തരാണ്. ഇനി ഞാനൊരു ഇതിൻ്റെ ഹെഡിങ്, ഇതിൻ്റെ സമാപന
ഹിക്കമിൽ നിന്നൊരു ഹെഡിങ് കൊണ്ടാണ് ഇതിനെ സമാപിക്കുന്നത്. മതാ അത്ലഖ ലിസാനക ബിത്വലബി ഫഅലം അന്നഹു യുരീദു അൻ യുഅതിയക. മതാ അത്ലഖ ലിസാനക ബിത്വലബ് ഫഅലം അന്നഹു യുരീദു അൻ യുഅതിയക. ചെവി തുറന്ന് ചെവി കൂർപ്പിച്ച് കേൾക്കി. അത് നമ്മളെ മോയും കുട്ടിയാണ്. ഒന്നുകൂടി നോക്കിക്കളി, നോക്കി അല്ല നോക്കണം, നോക്കിക്കളി. നമ്മൾ പിന്നെ വിഷയം തുടങ്ങിയിട്ട് പിന്നെ ഇടങ്ങാറാണ്ട് ഓനങ്ങനെ തന്നെ നോക്കുകയാണ്. ഓൻ ഇവിടെ 25 കൊല്ലമായി ഈ ക്ലാസ്സിന് വരുന്ന ആളാണ്. ഇപ്പോൾ തുടങ്ങിയ ആ 1ാം ക്ലാസ് മുതൽ വന്നിട്ടുണ്ട്. ഒരു കാര്യം പറയണ താലേക്ക് കയറാനാണ്. മതാ അത്ലഖ ലിസാനക ബിത്വലബ് ഫഅലം അന്നഹു യുരീദു അൻ യുഅതിയക. അർത്ഥം, മതാ അത്ലഖ ലിസാനക, നിന്റെ നാവിനെ അവൻ അഴിച്ചിട്ട് തന്നാൽ, ബിത്വലബി അവനോട് യാചിക്കൽ കൊണ്ട് അഴിച്ചിട്ട് തന്നാൽ, ഫഅലം ഉറപ്പിച്ചോ, അന്നഹു യുരീദു അൻ യുഅതിയക അവൻ നിനക്ക് തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നിനക്ക് ദുആ സഹിലാണെങ്കിൽ ഉറപ്പിച്ചോ, അടുത്ത് നിനക്ക് എന്തോ കിട്ടാൻ പോകുന്നുണ്ട്. ഇല്ലെങ്കിൽ നാവിന് കിട്ടൂല. മനസ്സിലായോ പറഞ്ഞത്? ഇതൊക്കെ ആപ്തവാക്യം പോലത്തെ വാക്യങ്ങളാണ്. ഞാൻ ഹിക്കമിൽ നിന്നാണ് വായിച്ചത്. ഹിക്കമിൻ്റെ അതിനേക്കാളും വലിയൊരു കിതാബ് പിന്നെ അതിൻ്റെ ശേഷം ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ഇതിൽ ലോകത്തെ സൂഫി മതമാണ്. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു അവർ ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് മൂസി തങ്ങളുടെ ശിഷ്യനാണ്. അബുൽ അബ്ബാസ് ആകട്ടെ അബുൽ ഹസൻ ഷാദുലി തങ്ങളുടെ ശിഷ്യനാണ്. അബുൽ ഹസൻ ഷാദുലി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയെക്കാളും മഹാനാണെന്ന് പറയുന്ന ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്കണം. ഹിക്കമിൽ നിന്നാണ് വായിച്ചത്. എന്താ വായിക്കുന്നത്? 210-ാമത്തെ പേജ് ഈ കാത് കൂട്ടി വായിക്കുകയാണ്. ഇതാ ഹിക്കമിൻ്റെ വ്യാഖ്യാനത്. മതാ അത്ലഖ ലിസാനക, നിന്റെ നാവിനെ അവൻ അഴിച്ചിട്ട് തന്നാൽ, ബിത്വലബി അവനോട് യാചിക്കൽ കൊണ്ട്. നിനക്ക് എളുപ്പത്തിൽ ദ്വാരക്കാൻ കഴിയുന്നുണ്ട്. എവിടെ പോയാൽ നിനക്ക് ദ്വാരക്കാൻ തോന്നുന്നുണ്ട്. പോക്കിലും വരവിലും ഇരുത്തത്തിലും നടത്തത്തിലും കടത്തത്തിലും ഒക്കെ നിനക്ക് ദ്വാരക്കാൻ ഒരു പ്രയാസമില്ല എങ്കിൽ ഫഅലം നീ അറിഞ്ഞുകൊള്ളുക, യുരീദു അവൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ യുഅതിയക നിനക്ക് തരാൻ. എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. പല അനുഭവങ്ങളും 1, 2, 10, 100 അല്ല. ചില സംഗതിക്ക് ദ്വാരക്കണം എന്ന് വിചാരിക്കും, അങ്ങോട്ട് കഴിയൂല. ആ വാസന അടിക്കുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുക നടക്കൂല. ചില സംഗതിക്ക് ബേക്കിന്ന് തള്ളും പോലെ തോന്നും. മൊബൈലിൽ ദുആ ചെയ്യാൻ വേണ്ടി നമ്മളൊരു എന്താ പറയുക, നമ്മളൊരു തഹജ്ജുദ് നിസ്കരിച്ചൊന്ന് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 മണിക്ക് അലാറം വെച്ചാൽ നമ്മൾ 2:45 എണീക്കും. അലാറം നമ്മളാണ് ഓഫാക്കുക. ഞാൻ അടിക്കണ്ട, ബാക്കിയുള്ളവരും കൂടി ഉണരണ്ട. എന്തേ? നമുക്കവിടെ അലാറത്തിന് ആവശ്യം വരില്ല. മറ്റേ അലാറം അങ്ങനെ അടിച്ചു പോകും. 3, 3:10, 3:20, 3:30, 3:40 ഒക്കെ കഴിഞ്ഞ് അതിനൊക്കെ അലാറം വെച്ച് കഴിഞ്ഞാൽ എല്ലാം കുടു ഒക്കെ അടിച്ചിട്ടുണ്ട്. അവസാനം 4:56 പിന്നെ അവിടെ എന്തേ ഉള്ളൂ, ഒന്ന് ടോയ്ലറ്റിൽ പോയി വരിക, അത്താഴം കഴിക്കുക, കഴിഞ്ഞു. ഒന്നും നടന്നില്ല. എന്ത്? അത് നിനക്ക് തരാൻ അല്ലാഹു തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. അപ്പം എപ്പോഴും നാവിൻ്റെ കെട്ടഴിക്കാൻ നോക്കാറുണ്ട്. എന്ത്? പഠിച്ചോനെ എനിക്ക് ദ്വാരക്കാൻ തൗഫീഖ് തരണം. ദ്വാ ഉണ്ടെങ്കിൽ ഇജാബത്തുണ്ടാവും. ഇനി ഇതിൻ്റെ അപ്പുറം എന്താ പറയണ്ടേ? മത്താ എപ്പോഴെല്ലാം അത്ലഖ അവൻ അഴിച്ചിട്ട് തന്നു, ലിസാനക
നിന്റെ നാവിനെ. എങ്കിൽ ഫലം നീ അറിഞ്ഞുകൊള്ളുക. എന്ത്? അന്നഹു തീർച്ചയായും അവൻ യുരീദു ഉദ്ദേശിക്കുന്നുണ്ട് അയ്യോർത്തയക്ക നിനക്ക് തരാൻ. എന്ത്? എന്തോ. ഈ 10 പവൻ സ്വർണ്ണ ചോദിച്ചത്, പക്ഷെ അവൻ 10 ലക്ഷം ഉറുപ്പ്യെന്ന്. എന്തോ എന്താണ് തരങ്ങിതില്ലേ? വേറത്തെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നുണ്ട്. അപ്പം ഇജ് കൂടുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഇജ് കൂടുന്നുണ്ടോ ചോദിച്ചു. അപ്പം ഇങ്ങനെ എന്ത് ചെയ്തു? ദ്വാരക്കാൻ തീരുമാനിച്ചു. ദ്വാരന്നും ചെയ്തു. പക്ഷെ നടന്നത് പിന്നെ അങ്ങനെയല്ല. അതിനേക്കാളും കച്ചവടമുള്ളൊരു സ്ഥലത്ത് സൂപ്പർ മാർക്കറ്റ് ചെയ്യാൻ ഇട്ടു. അല്ലെങ്കിൽ വേറൊരു സൂപ്പർ മാർക്കറ്റ് കൊടുക്കുകയാണ്. നടത്തിയിരുന്ന ആൾ മരിച്ചുപോയി. പിന്നെ ആ കുടുംബത്തിൽ പെൺകുട്ടികളേ ഉള്ളൂ. അതിന് ആളില്ല. ഒരു മാര്യമാരിയാക്ക് വിലക്ക് കിട്ടും. ചെന്ന് നോക്കുമ്പോൾ നല്ല സ്ഥലമാണ്. ആരാണ്ട് എടുത്തു. അത് സെഹിലായി നടക്കണുണ്ട്. അപ്പം അതിൽ കൂടുതലിനേക്കാൾ നല്ല എനിക്ക് സ്വന്തം കിട്ടണം. സൂപ്പർ മാർക്കറ്റിൽ ഇനിയും കൂട്ടത്തിൽ കൂട്ടണേ എന്ന് പറയാൻ അജ്ജ് ദ്വാരക്കാൻ കരുതിയത്. പക്ഷേ ദ്വാരന്നും ചെയ്തു. പക്ഷേ അവൻ വേറെ സൂപ്പർ മാർക്കറ്റിലൊന്നും മനസ്സിലാവുണ്ട് പറഞ്ഞത്. എന്തും ഈ വാക്കിനി മറക്കരുത്. മതാ അവനോട് യാചിക്കാൻ വേണ്ടി എപ്പോഴെല്ലാം നിന്റെ നാവ് വഴങ്ങുന്നുണ്ടോ, ആ നാവിനവൻ കെട്ടഴിച്ച് തന്നിട്ടുണ്ടോ, അഴിച്ചിട്ട് തന്നിട്ടുണ്ടോ എങ്കിൽ ഫഅലം നീ അറിഞ്ഞുകൊള്ളുക. യുരീദു അന്നഹു തീർച്ചയായും അവൻ യുരീദു ഉദ്ദേശിക്കുന്നുണ്ട് അയ്യോത്തയക്ക നിനക്ക് നൽകാൻ അവൻ കരുതുമ്പോൾ മാത്രമേ നിനക്ക് ദ്വാരക്കൽ എളുപ്പമാവുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പം നമ്മൾ അധ്വാനിക്കേണ്ട ദ്വാരക്കാനാണ്. ദ്വാര നടക്കണുണ്ടോ, നിന്റെ കാര്യം നടക്കും. ഇതാണ് നമ്മളുടെ കാറ്റഗറി. ഇതിൻ്റെ അപ്പുറത്തൊരു കാറ്റഗറി ഉണ്ട്. ഒരു ദ്വാരക്കല്ല, വേറെ. അവിടേക്ക് നമ്മൾ മിക്കവാറും എത്താൻ സാധ്യതയില്ല. മനസ്സിലായില്ല? വേറെ കാറ്റഗറി ഉണ്ട്. അവരെന്താവില്ല, വേർക്കില്ല. അവർ അള്ളാഹുവിൻ്റെ മെഹബൂബായിരിക്കും, ഖുർബായിരിക്കും. അവർക്ക് പിന്നെ അള്ളാഹിനോട് പറയൽ മോശം. അൻവറെ ഞാനും എപ്പോഴും ഒപ്പാണ്, ഫുൾ ടൈം. എൻ്റെ എല്ലാ ഉള്ളും പുറം നിനക്കറിയും. എൻ്റെ ആവശ്യവും അനാവശ്യവും നിനക്കറിയും. എൻ്റെ ബുദ്ധിമുട്ടും എൻ്റെ സുഖവും ഒക്കെ നിനക്കറിയും. എങ്കിൽ എന്നോട് ആളുകൾ ഞാൻ കൊടുക്കാനുള്ള ഒരു ചോദിക്കണത് നിനക്കറിയും. എൻ്റെ പ്രശ്നം നിനക്കറിയും. എങ്കിൽ പിന്നെ ഞാൻ നിന്നോട് അൻവറെ ഇജ്ജതൊന്ന് കൊടുക്കുമെന്ന് ചോദിക്കൽ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിനുള്ള കമ്മിയാണ് അവിടെ. അത് വേറെ കാറ്റഗറിയാണ്, അത് വേറെ മർത്തബയാണ്. നമ്മുടെ ലാസ്റ്റ്യത ഇത് കയറി പിന്നവനെ അള്ളാഹുബനെ അപ്പുറത്തേക്കാണ് കയറ്റും. അതിന് എന്ത് ദ്വാർക്കണം നോക്കും. എനിക്ക് നിന്നെ വേണം. ആ കാറ്റഗറിയിൽ നിന്ന് നിന്നെ തരും. അള്ളാഹുവിനെ നിനക്ക് തരും. പിന്നെ ചോദിക്കൂല. നമ്മളെ കാറ്റഗറിയിൽ ചോദ്യം അല്ലാതൊന്നുമില്ല. അവരെ കാറ്റഗറിയിൽ ചോദ്യവും ഇല്ല. പിന്നെ ഒരു താമ്പുതിയായ ചോദ്യം ഉണ്ടാവും. പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിച്ച് ഇന്നെ തീയിലിട്ട് കരിക്കോ എന്ന് ചോദിച്ചപ്പോൾ ആ ശരീരം കേട്ടു. എന്ത്? ബില്ലാഹി വന്നസൂ, അള്ളാഹുവായ എന്നെ കൊണ്ട് ചീത്ത വിചാരിക്കരുത് കേട്ടോ. അത് വേറെ മർത്തബയാണ്. മനസ്സിലായില്ലേ? നമ്മളെ മർത്തബ ദുആന്റെ മർത്തബയാണ്. നമ്മൾ ഇനി ഈ രൂപത്തിൽ 1000 കൊല്ലം ജീവിച്ചാൽ നമുക്ക് ദുആന്റെ മർത്തബ ഉണ്ടാവുള്ളൂ. അത് വേറെയാണ്. അത് അവസ്ഥ മണ്ണെന്നെ വേറെ. അത് ബാബാ മുതുകിന്ന് കുത്തുബായി വന്നോവർ. അത് അവിടുന്ന് തന്നെ നേരത്തെ നോക്കണം. നമ്മൾ പറഞ്ഞ കാര്യമില്ല. മനസ്സിലായില്ലേ? നമ്മളെ ഏറ്റവും വലിയ കാറ്റഗറി എന്താണ്? ദ്വാ. അപ്പോൾ ദ്വാ ഒരാൾക്ക് എളുപ്പമായാൽ ദ്വാർന്നോളി. ദ്വാർക്കന്നെ എന്താ പണി? ദ്വാർക്ക. പിന്നെ നോമ്പിന് പണിയൊന്നുമില്ലല്ലോ. നോമ്പൊരു പണിയല്ലല്ലോ. നോമ്പിലെ പണി എന്താ? ദ്വാർക്ക. നോമ്പിന് ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ ഓതിക്കോളി എന്ന് വരെ പറഞ്ഞില്ല. ഷഹ്റു റമദാൻ അല്ലദീ
ഉൻസില ഫീൽ ഖുർആൻ, അതുകൊണ്ട് ഫഖറഉൽ ഖുർആൻ അങ്ങനെ പറഞ്ഞു. ഇനി ഒരിക്കലും ബുദ്ധിമുട്ട് വേണ്ട. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. നിങ്ങൾക്ക് എളുപ്പമേ അല്ല ഉദ്ദേശിക്കണം, എനിക്ക് ഉദ്ദേശിക്കണില്ല. അതേ ആയത്തിലുണ്ട്. ഇപ്പം നിങ്ങൾ ഓതിക്കോളി നല്ല പിന്നെ ഓതിയിട്ടില്ലെങ്കിൽ ഇനി അവിടെ ഒരു മലക്കുകളൊരു ബടിയും പറയെടുത്തൊരു തല്ലലും ചവിട്ടലും അത് വേണ്ട. അതിൻ്റെ അടിയിൽ പറഞ്ഞു എന്ത് വൈദാസ അല കഅബാദി അന്നി ഫഇന്നി ഖരീബ്. നിങ്ങൾ എന്നോട് ചോദിച്ചോളി, ഞങ്ങൾ തൊട്ടടുത്തുണ്ടാവും. അത് കൽപ്പനയാണ്. ഖുർആൻ ഓതാൻ അവിടെ കൽപ്പന വന്നില്ല. ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ ഇറങ്ങും. പിന്നെ അന്തള്ള ഒരു ഓതും. ഇപ്പം ഇപ്പം മരിച്ച മാസമുണ്ടോ കുഞ്ഞുമാനെയായിരുന്നു ബാപ്പ അമ്മ ഒന്ന് രണ്ടോട്ട് ഓർമ്മപ്പെടുത്തി. അതിൻ്റെ അർത്ഥം എന്താ? ഒരു 4 മൂല്യമാറ്റുകളെങ്കിലും 4 സാധുക്കളെങ്കിലും വിളിച്ചൊരു ചോറ് കൊടുക്കണം, എന്നിട്ടൊന്ന് യാസീനോ ദ്വാർപ്പിക്കണം എന്ന് ഇനി പറയേണ്ട ആവശ്യമില്ല. മാന്യതയുള്ള മകനാണെങ്കിൽ ചെയ്യും. മാന്യത ഇല്ലാത്തവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു തആല നമ്മളോട് പറഞ്ഞു റമളാൻ ഇറങ്ങിയ മാസാട്ടോർ. പിന്നെ മാന്യത ഉള്ളവരോട് പറയേണ്ട ആവശ്യമില്ല. മാന്യത ഉള്ളവരും ഇല്ലാത്തവരോട് നിങ്ങൾ ചെയ്തോളി എന്ന് പറഞ്ഞവരോട് ചെയ്യൂല. ഷഹ്റു റമളാൻ അല്ലതിയും അത്രേ പറഞ്ഞുള്ളൂ. ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമു ഷഹ്റ. പിന്നെയും പറഞ്ഞു നോമ്പോത്തോളി, ഓതിക്കോളി എന്ന് പറഞ്ഞില്ല. അതേ സമയത്ത് കൽപ്പന ഉണ്ട് ദുആയിൽ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി ഫൽയസ്തജീബു ലി. നിങ്ങൾ എന്നോട് ഉത്തരം തേടിക്കോളി, നിങ്ങൾ ദുആ ഇറന്നോളി. മനസ്സിലായില്ലേ? മനസ്സിലാവുണ്ട് പറഞ്ഞത്. ദുആ നിനക്കുള്ള പണി എന്താ? വായടച്ചു, ഞനക്ക് പണിയില്ല. ഇനി പണി എന്താ? ദുആ. ഓതാണെങ്കിലോ ദുആ, ഓതാണെങ്കിലും ദുആ, ഓതിന് മുമ്പും ദുആ, കഴിഞ്ഞാലും ദുആ, സദാ നേരം ദുആ. ഞാൻ പലരോടും പറയാറുണ്ട്, ഇവിടെ വന്നിരുന്ന് ദുആ ഇറക്കണം, ഇവിടെ വന്നിരുന്ന് ദുആ ചെയ്യണം. ഇതൊരു പ്രത്യേക മജ്‌ലിസാണ്, ഇതൊരു വലിയ രഹസ്യങ്ങളുള്ള ഒരു മജ്‌ലിസാണ്. ഇത് ഈ കാണപ്പെടുന്ന എത്രയാണെങ്കിലും കാണപ്പെടാത്തത് ഇത്രയാവില്ല. അങ്ങനെ ചില രഹസ്യങ്ങൾ ഈ മജ്‌ലിസിലുണ്ട്. അപ്പോൾ ഈ മജ്‌ലിസിൽ ഒരാൾ ദുആ ചെയ്താൽ അവൻ്റെ തൊട്ടടുത്ത് അവൻ കാണാത്ത ഒരാളുണ്ടാവും. അയാൾ ആമീൻ പറയും. അയാൾ ചിലപ്പോൾ മുഖറബായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാം കൂടെ പറയാൻ പറ്റില്ല. അത് ദുആ ചെയ്യണം. ഈ മജ്‌ലിസിൽ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, എന്ത് ദീനാണെങ്കിലും ഇവിടെ വന്ന് ദുആ ഇറക്കണം. ഞാൻ പ്രസംഗിക്കുമ്പോൾ ഈ ദുആ ഇറങ്ങും, എൻ്റെ കാര്യം നടക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മളെ പണി ഇപ്പം ഇന്നലെ രാത്രി പ്രത്യേകതയാണ്. എന്ത്? 27-ാവാണ് റമളാനിൽ. എന്താണെങ്കിലും 27-ാവ് പ്രധാന. ഹിജ്റ 3-ാം നൂറ്റാണ്ടിൻ്റെ ഉള്ളിലുള്ള ആളാണ് മഹാനായ അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു. ഹിജ്റ 300-ന് മുമ്പാണ്. അപ്പോൾ അശ്അരി മാർഗം അഹ്ലുസുന്ന മുഅ്തസിലിയ ഖവാരിജി മദ്ഹബുകളിൽ നിന്ന് തെറ്റായ വഴികളിൽ നിന്ന് അഹ്ലുസുന്നയെ വേറിട്ട് ശരിക്കും അതിന് കിതാബ് ഉണ്ടാക്കിയതിൻ്റെ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് തിരഞ്ഞെടുത്ത ആളാണ് അബുൽ ഹസൻ അശ്അരി തങ്ങൾ. അതിന് അവർ പറയുന്ന സംഭവം ഭയങ്കര അത്ഭുത. ഞാനൊരിക്കൽ 27 രാവിലെ ഞാൻ ബസറയിലെ പള്ളിയിലിരിക്കുകയാണ്. ബസറ എൻ്റെ ഓർമ്മ, ബസറയിലെ പള്ളിയിലിരിക്കുകയാണ്. ആളുകളൊക്കെ ഖുർആൻ ഓതുകയാണ്, ഖത്തം തീർക്കുകയാണ്. എല്ലാവരും ചുറ്റി വളഞ്ഞിരുന്ന അകത്തെ പള്ളിയിൽ ഹിജ്റ 300-ന് മുമ്പാണ് ഈ സംഭവം. അകത്തെ പള്ളിയിൽ 27-ാവാണ്. ഇവിടെ ഞാൻ ലക്ഷ്യം പിടിക്കുന്ന വേറെ സംഭവം, അതാണ് ഞാൻ പറയാൻ പോണത്. 27-ആവാണ്. അവർ പറയാണ് ഒരുപാട് സ്ഥലത്ത് ഈ സംഭവമുണ്ട്. 27-ആണ് അബുൽ ഹസൻ അശ്അരി തങ്ങൾ പറയാണ്. അവരാണ് നമ്മളെ അഖീദയുടെ ഇമാം. നമ്മളെ പള്ളി കമ്മിറ്റിൻ്റെ ആധാരത്തിൽ വരെ അവരെ പേരുണ്ട്. അശ്അരി ത്വരീഖത്തനുസരിച്ചും ഇത് ഷാഫി മദ്ഹബ് അനുസരിച്ചുമാണ് പോവുക എന്ന് പറഞ്ഞാൽ നമ്മളെ ആധാരത്തിൽ എഴുതിയിട്ടുണ്ട്. എല്ലാ പള്ളിൻ്റെ ആധാരത്തിലുണ്ട്, സുന്നി പള്ളിൻ്റെ ആധാരത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഇമാമാണ് അശ്അരി ഇമാം, വലിയ മഹാനാണ്. അവരുടെ 9-ാമത്തെ വല്ലിപ്പയാണ് ബഹുമാനപ്പെട്ട അബു മൂസൽ അശ്അരി. ആ അബു മൂസൽ അശ്അരിയെ ചൂണ്ടിയാണ് ജനങ്ങൾ പിഴക്കണ കാലത്ത് ഇവൻ്റെ പേരെ കുട്ടി രക്ഷപ്പെടുത്തിക്കോളൂന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. അബു മൂസൽ അശ്അരി സ്വഹാബിയ. അവരെ 9-ാമത്തെ തലമുറയിലെ പേരക്കുട്ടിയാണ് അബുൽ ഹസനിൽ അശ്അരി. ഹിജ്റ 300 ആയിട്ടില്ല, അപ്പോഴാണ് ഈ സംഭവം. അങ്ങനെ ബസറയിലെ പള്ളിയിൽ എല്ലാവരും കൂടി ഇരുന്ന് ഖുർആൻ ഓതുക. ആ നേരത്ത് എനിക്ക് ഓതാൻ കഴിയുന്നില്ല, ഉറക്കം വരിക. അവിടുത്തെ വലിയ പണ്ഡിതനാണ് അബുൽ ഹസൻ അശ്അരി. എനിക്ക് ഉറക്കം വരിക തന്നെ. എനിക്ക് ജനങ്ങളും
30 ഇങ്ങനെ ഇരുന്ന് ഖുർആനോടുക, ദ്വാരക്ക, പിന്നെയും ഖുർആനോടുക. നേരം വെളുക്കോളം 25 ഖുർആനോട് ദ്വാരക്കണ പണിയാണ്. എനിക്കോടാൻ തന്നെ കഴിയുന്നില്ല. ഞാൻ അവിടുന്ന് മനുഷ്യന്മാരണിമാനം കെടൂലേ, ഞാൻ അവിടുന്ന് എണീറ്റിട്ട് ഞാൻ നേരെ എന്ത് ചെയ്തു, വീട്ടിൽ പോയി എൻ്റെ റൂമിൽ കയറി. ഞാൻ ഈ ഉറക്കം കുറച്ചാണ് കഴിയട്ടെ, എന്നിട്ട് പിന്നെ എണീറ്റിട്ട് ഓതാലോ എന്ന് വിചാരിച്ച് ഞാൻ വാതിലടച്ചു. ഞാൻ ഉറങ്ങാൻ കിടന്നു. ഫഅതാനി റസൂലുള്ളാഹ്. ഉറങ്ങാൻ കിടന്നു, കണ്ണാണ് പൂട്ടിയിട്ടുള്ളൂ. നബിന് വന്നു. അപ്പോൾ പറഞ്ഞു, നിനക്ക് ഉറക്കുണ്ടാക്കിയത് ഞാനാ, നിന്നങ്ങോട്ട് കൊണ്ടുവന്ന് ഞാനാ. ഇന്ന് ഞാൻ നിനക്കൊരു കരാറ് തരികയാണ്. ഇന്ന് ഞാൻ എന്നെ ഏർപ്പെടുത്താൻ ലോകാവസാനം വരെയുള്ള മുസ്ലിമീങ്ങളെ വിശ്വാസം നീ നേരാക്കണം. പിന്നെ ഞാൻ വാതിലടച്ചിരുന്നു 10 ദിവസം. 10ാം ദിവസം പുറത്തു വന്ന് മുഅ്തസിലികളെ പരാജയപ്പെടുത്തി. അങ്ങനെ ഉണ്ടാക്കിയ മദ്ഹബാണ് ത്വരീഖാണ്. എന്ത് അഖീദയാണ് അൽ അശ്അരിയ. ഇവിടെ ഞാൻ പറഞ്ഞ വിഷയം വേറെയാണ്. ഇത് ഞാനിവിടെ കൊണ്ടുവന്ന എന്തിനാണെന്നറിയോ? ആ ഹിജ്റ 300-ന് മുമ്പും എന്തുണ്ട്, ഈ 25-ന് ഒരുമിച്ച് കൂട്ടി ഖുർആനോ തങ്ങളുടെ പരിപാടി ഉണ്ട്. അത് മതിയല്ലോ ഇപ്പം നമുക്ക്. 9 അക്ഷരാണ് ലൈലത്തുൽ ഖദ്ർ. അത് 3 വട്ടം ആ സൂറത്തിലുണ്ട്. 9 9 9 എത്ര? 27. ലൈലത്തുൽ ഖദ്ർ 9 അക്ഷര. ലാ യാ ലാ ഹാ താ അൽ ഖദ്ർ എത്ര? 9 9 9 9. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ 9 വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ 2 ലൈലത്തുൽ ഖദ്ർ ഖൈറും മിനൽ 3 3 കൂട്ടി എത്രയായി? 27 ഒരു പ്രാധാന്യമുണ്ട്. അത് പണ്ടേ ഉണ്ട്. അന്നാണ് ലൈലത്തുൽ ഖദ്ർ. അതെന്നായാലാട്ടെ അന്ന് പ്രധാനമാണ്. ഇന്നലെ വലിയ പ്രധാനം. ഇന്നലെ ലൈലത്തുൽ ഖദ്റും 25-ാവുമാണ്. വെള്ളിയാഴ്ച രാവാണ്, അവസാനത്തെ വെള്ളിയാഴ്ച രാവ്. അൽഹംദുലില്ലാഹ്. ഈ കൊല്ലത്തെ റമദാനിലെ 1446-ലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നലെയാണ്. നേരം വെളുക്കോളം നമ്മളെടുത്ത പണി എന്താ? ഇടയിലൊക്കെ ചില പണിയെടുക്കും. പിന്നെയും കൂടുതൽ പണി എന്താ? ദ്വാർക്കും പഠിച്ചോനെ റബ്ബേ. അപ്പം എന്തേ എന്നെ അള്ളാഹു തആല കൊല്ലം വലിച്ചെറിയാൻ തീരുമാനിച്ചിട്ടില്ല. അള്ളാഹു തആല സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. വലിച്ചെറിയാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് തന്നെ ദ്വാർക്കാൻ തോന്നൂല. അപ്പം നോക്കൂ നിങ്ങൾ, ഈ വിഷയം അവസാനിപ്പിക്കുക തൽക്കാലം. അപ്പം ദ്വാമക്കൂട റമളാന് ശവ്വാലിന് കണക്കൊന്നുമില്ല. എപ്പോഴും എന്ത് ചെയ്യുക? ദ്വാർന്നാൽ നമ്മൾ അടിമയും അവനുടമയും, നമ്മൾ താഴെയും ഓൻ മേലെയാണ്. തരണേ. അപ്പം അവൻ മേലെയായി, നമ്മൾ താഴെ. നിസ്കാരമായ ഓ മേലെയും നമ്മൾ താഴെയാവും. പക്ഷേ നമ്മൾ നിസ്കാരം ആവണില്ല. ഉറപ്പാ നമ്മൾ താഴെ ഓ മേലെയാണ്. നമ്മൾ നോമ്പ് വെച്ചാൽ അവൻ താഴെയാണ്, അവൻ മേലെയാണ്, നമ്മൾ താഴെയാണ്, അറിയില്ല. നമ്മൾ ഹജ്ജ് ചെയ്താൽ അവൻ മേലെ നമ്മൾ താഴെയാണോ അറിയില്ല. സ്വാലിഹ്യങ്ങളൊക്കെ ഹജ്ജ് ചെയ്താൽ എങ്ങനെയാണ്, പക്ഷെ നമ്മൾ ഹജ്ജ് എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ സക്കാത്ത് കൊടുത്താൽ നമ്മളാണോ വലിയതാണ്? ഇച്ചി ബാവാക്കി ഞാൻ പൈസ കൊടുത്ത് രക്ഷപ്പെടുത്തി. പടച്ചോന് നമ്മൾ അങ്ങോട്ട് കൊടുത്ത മാതിരിയാണ്. അതേസമയം ദുആ അങ്ങനെയല്ല. ദുആ എടുക്കുമ്പോൾ നമ്മൾ താഴെയും ഉറപ്പ. അതാണ് അടിമയുടെ മർത്തബ. ജിന്നൊരു വാക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യുന്നവർക്ക് മാത്രമല്ല കൊടുക്കുക, അങ്ങനെ അറിയാലോ. മനസ്സിലായോ പറഞ്ഞത്? ഒരാൾ നിസ്കരിച്ചില്ല കണക്കാക്കാം, എന്നാലും അവൻ എന്ത് ചെയ്യാം? നിസ്കരിക്കാക്കാൻ വേണ്ടി പറയല്ല, എന്നാലും ദ്വാരക്കാം. നിസ്കരിച്ചില്ല, ശരിയാണ്, ഉറക്കം വന്നു, ഞാൻ ഉറങ്ങി. പിന്നെ ഒരുത്തം വന്നിട്ട് ക്ലാസ്സിന് പോകുകയല്ലേ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ പിന്നെ നിസ്കരിക്കാൻ നിന്നാൽ ഇന്ന് ക്ലാസ് പോകും. ഞാൻ പോകുന്നു. നീ പോകൻ്റെ മുന്നിൽ മാനം കൊടും വേണ്ട, നീ ജുമാൻ്റെ മുമ്പ് ഞാൻ നിസ്കരിച്ചുകൊണ്ട് പഠിച്ചവനെ, അങ്ങനെയൊക്കെ പറയാം. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, എന്നാലും എന്ത് ചെയ്യാം? ദ്വാരക്കാം. ചിലപ്പോൾ ഇവിടെ ഇരുന്ന് കരയാ, തെറ്റ് പറ്റിയിട്ടുണ്ട്, ഇന്നത്തെ സുബഹി പോയി കേട്ടോ, മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായി. എന്തും ഇന്നലെ രാത്രി കള്ളുടിച്ചാണ്, പക്ഷെ ഇന്ന് ദ്വാരക്കാം. ഒരു മഹാനൊരു സംഭവം ഇമാം ഗസാലി തങ്ങൾ മുക്കാശഫയിൽ പറയുന്നുണ്ട്. ഒരു നാട്ടിലൊരു നിത്യ കുടിയനുണ്ടായിരുന്നു. കുടിയൻ എന്ന് പറഞ്ഞാൽ കുടിയൻ എന്നും കുടിക്കും, ഒരു നന്മയും ചെയ്യൂല, കുടിക്കും. അങ്ങനെ അയാൾ മരിച്ചപ്പോൾ ആ നാട്ടുകാർ അയാളെ ബഹിഷ്കരിച്ചു.
കാരണം ഈ ജാതിയുടെ തമ്മാടിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാനാവൂല, നാട്ടുകാരൊക്കെ ബഹിഷ്കരിച്ചു. അപ്പോൾ അക്കാലത്തെ ഒരു സ്വാലിഹായ ഒരു ആരിഫായ ആളുണ്ടായിരുന്നു. ആ ആൾ കാട്ടിലിരിക്കുക, കാട്ടിലൊരു മണ്ഡപം കെട്ടി അവിടെ ഇരുന്ന് ദുആ ചെയ്യും, ഖുർആനോദും നിസ്കരിക്കും. ജനങ്ങളടിക്ക് ഇറങ്ങി വരില്ല. അയാൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ആ രാത്രി അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക ഇൽഹാം അയാൾക്ക് കിട്ടി. ഇന്നാലിന്ന സ്ഥലത്തിൽ ഒരു ദോഷിയായ മനുഷ്യൻ മരിച്ചിട്ടുണ്ട്, നീ പോകണം, നീ അയാളെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, നീ മറവിയണം, നീ നിസ്കരിച്ച് മറവിയണം. അങ്ങനെ ഈ സ്വാലിഹായ ആ സമാനിൽ എല്ലാവരും കാണാൻ കൊതിക്കുന്ന ഈ മനുഷ്യൻ, എത്ര വലിയ ഈ വ്യക്തി കാടിറങ്ങി വന്നു. ഈ മനുഷ്യൻ്റെ വീട് അന്വേഷിച്ച് വന്നു, കണ്ടു കിട്ടി. അയാൾ വന്നു, കുളിക്കാൻ ഏൽപ്പിച്ചു, കുളിപ്പിക്കാൻ എങ്ങനെ ആ മനുഷ്യൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ നാടാകണം വന്നു ഇയാളെ കാണാൻ. കാരണം ഇയാളെ കൊണ്ട് ദ്വാർപ്പിക്കൽ എല്ലാവർക്കും വലിയ ആഗ്രഹമാണ്. ഇപ്പം നമ്മളെ സമാനിൽ തിരുപ്പതി മുഹമ്മദ് മുസ്ലിയാർ വീട്ടിൽ വന്നാൽ ആ നാട്ടുകാരൊക്കെ അവിടെ വരും. മീരാൻ പാപ്പ വന്നാൽ ആ നാട്ടിലെല്ലാവരും അവിടെ വരുന്നായിരുന്നു ചരിത്രം. അത്രയും വലിയ ആളുകളാണ്. ഒന്ന് ദ്വാരക്കണം പാപ്പ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വലിയൊരു കാര്യമാണ്. മരിക്കുമ്പോൾ നമുക്ക് ആകെയുള്ളത് സന്തോഷം എന്തായിരിക്കും. അന്ന് മീരാൻ പാപ്പനോട് ഞാൻ ദ്വാരക്കാൻ പറയും, അവ ഞാൻ ദ്വാരക്കും, ബേജാറാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ കൈമുതൽ. അങ്ങനെ പറയും, അങ്ങനെ പറയും, സ്വാലിഹ്യങ്ങൾ അങ്ങനെ പറയും. നമുക്കത് വലിയ കാര്യമാണ്. കാരണം നമ്മളൊന്നുമല്ല, അവരൊക്കെ എല്ലാമാണ് അള്ളാഹിൻ്റെ അടുക്കൽ. അപ്പം ഈ സ്വാലിഹായ മനുഷ്യൻ വന്നപ്പോൾ ആ നാടാകെ വന്നു. പിന്നെ എല്ലാവരും കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും വമ്പൻ ജനം, മയ്യത്ത് നിസ്കരിക്കാനും മറവെയ്യാനും ഒക്കെ എല്ലാം കഴിഞ്ഞ് ആ മഹാൻ തിരിച്ചു പോവുക കാട്ടിലേക്ക് തന്നെ. അപ്പോൾ ആ നാട്ടുകാർ തടഞ്ഞിട്ട് പറഞ്ഞു, ലി മജീദ്, എന്തിനാ ഞങ്ങൾ വന്ന് ഈ മയ്യത്ത് തറക്കനാഹ, ഈ ജനാസ ഞങ്ങൾ ഒഴിവാക്കിയതാ. കാരണം ഇവൻ ഫുൾ ടൈം കുട്ടിയാന, കുട്ടിച്ചിട്ടല്ല അതവൻ ആരും കണ്ടിട്ടില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കും അറിയില്ല എന്തിനാ വന്ന്. എനിക്ക് അള്ളാഹുവിൻ്റെ ഒരു ഇൽഹാം കിട്ടി, ഇന്നാലിനടുത്തൊരു ദോഷി മരിച്ചിട്ടുണ്ട്, അവിടെ മയ്യത്ത് കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും നിസ്കരിക്കാനും അറിയാൻ നിങ്ങൾ നേതൃത്വം കൊടുക്കണം. അങ്ങനെ ഒന്നായാൽ ഇനി എന്താ ചെയ്യാ? എന്നാ പിന്നെ അറിയുന്ന ഒരാൾ വേണമല്ലോ. ഞങ്ങൾക്ക് വേണ്ട നന്മ എന്തെന്നറിയില്ല. അപ്പോൾ പറഞ്ഞു, ആരോ പറഞ്ഞ അവൻ്റെ ഭാര്യയോട് പോയി ചോദിച്ചു നോക്കുക. അങ്ങനെ എല്ലാവരും വന്നു. ഈ മഹാനും ആ നാട്ടുകാരും വീട്ടിൻ്റെ പുറത്തുനിന്നു. ആ പെണ്ണ് ഇദ്ദയിലുള്ള പെണ്ണിനോട് ചോദിച്ചു, ഇദ്ദയിലിരിക്കുന്നവളെ, ഭർത്താവ് മരണപ്പെട്ടവളെ, വിഷമിച്ചിരിക്കുന്നവളെ, നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വന്നതല്ല, പക്ഷെ നിന്നെ ചോദിക്കല്ലാതെ ഞങ്ങൾക്ക് വേറൊരാളോട് ചോദിക്കാൻ നിർവാഹമില്ല. ഞാൻ ഇന്നലെ രാത്രി അള്ളാഹുവിനെ ഇൽഹാം കിട്ടി വന്നതാ. ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ നേതൃത്വം കൊടുക്കണമെന്ന് അള്ളാഹുവിനെ അറിയിപ്പ് കിട്ടി. അങ്ങനെ വന്നതാ, ഒരു ഇൽഹാമിൽ വന്നതാ. എല്ലാം കഴിഞ്ഞപ്പോൾ നാട്ടുകാരെന്നെ ചോദ്യം ചെയ്തു, ഈ ദോഷിയായ ആളുടെ ജനാസക്ക് എന്തിനാ നിങ്ങൾ വന്നത്? ഞങ്ങൾ ഈ ജനാസ ഒഴിവാക്കിയതാണല്ലോ. അപ്പോൾ ഞാനും പറഞ്ഞു, എനിക്കും അറിയൂല, എന്തോ ഒരു ഇൽഹാം കിട്ടിയതാണ്. അപ്പൊ ഇനി ഈ വിവരം അറിയാവുന്ന ഒരാൾ ഇയാണ്. ഫമാ ഹസനതുഹു, ഓൻ്റെ നന്മ വല്ലതുണ്ടോ എന്ന് ചോദിച്ചു. അതിന് വല്ല നന്മയും ചെയ്തതായി? ഫഖാലത്തില്ല, ഇല്ല, ഒരു നന്മയില്ല. മാ റഅയ്തുഹു ലൈലത്തൻ ഇല്ലാ വഹുവ യശ്റബ്, കുടിച്ചിട്ടല്ലാത്തൊരു രാത്രിയും അയാൾ എൻ്റെ കൂടെ കഴിഞ്ഞിട്ടില്ല. എന്നെ ചെറുപ്പത്തിൽ കിട്ടിയതാണ്, ഇപ്പം മരിക്കണത് വരെ. അയാളെ ചെറുപ്പത്തിൽ എന്നെ കിട്ടിയതാണ്. അന്ന് മുതൽ ഈ മരിക്കണത് വരെ മമാമിൻ ലൈലത്തിൻ ഇല്ലാ വഹുവ യശ്റബു, കുടിച്ചിട്ടല്ലാത്തൊരു രാത്രിയും ഇല്ല. ഇല്ല അന്നഹു യശ്റബു, അയാൾ കുടിക്കും. ഫയഫ്തുറു, എന്നിട്ട് തളർന്ന് വീഴും. ഫയതീഹു ഫിൽ അർളി, ഭൂമിയിൽ അങ്ങനെ കിടക്കും. നേരമായാൽ അപ്പോൾ എണീക്കും. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് അയാൾ വുളു ചെയ്യും. ഫയമുദ്ദു യദൈഹി, കൈ അങ്ങനെ പൊന്തിക്കും. ഇന്നും കുടിച്ചു കേട്ടോ പടച്ചോനെ, എനിക്കിത് കുടിക്കാതെക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. ഇന്നും കുടിച്ചു കേട്ടോ റബ്ബേ, ഈ മാപ്പാക്കണേ, ഇന്നും കുടിച്ചു പോയി കേട്ടോ, മാപ്പാക്കണേ മാപ്പാക്കണേ എന്ന് കരഞ്ഞിട്ടല്ലാത്ത ഒരത്താഴ നേരത്തും ഞാൻ അയാളെ കണ്ടിട്ടില്ല. യാ സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ മഹാൻ പറഞ്ഞു, ദാക്ക് പിതാക്ക്, അതന്നെ വിഷയം, അതന്നെ 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 അതന്നെ. എന്തൊഴിവാക്കിയില്ല? ഒഴിവാക്കിയില്ല.
കുറച്ച് ദ്വാരന്നാൽ മതിയെന്ന് ഈ പറഞ്ഞതിന് മായനല്ല, ഞങ്ങനെ മനസ്സിലാക്കണ്ട. പക്ഷെ മനസ്സിലായോ പറഞ്ഞത്? ചിലതൊക്കെ തക്തീറാത്തുകളാണ്, ഇതിനപ്പുറത്തേക്കൊന്നും ഞാൻ പോണില്ല. പക്ഷെ ദ്വാ ഭയങ്കര സംഭവമാണ്. അവൻ നിസ്സാരമായാലേ അവൻ റബ്ബിനോട് പറയുള്ളൂ. അവൻ്റെ കൂടെ റബ്ബുണ്ടായാലേ അവൻ ദ്വാരക്കാൻ തോന്നുള്ളൂ. നാവ് റബ്ബ് അഴിച്ചു തന്നാലേ ദ്വാരക്കുള്ളൂ. അവനോട് യാചിക്കാൻ എപ്പോഴാണ് നാവിൻ്റെ കെട്ടഴിച്ച് തന്നതെങ്കിൽ ഫഅലം അറിഞ്ഞോ അന്നഹു യുരീദു അൻ യുഅ്തിയക, നിനക്ക് തരാൻ അവൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ തരാനാണ് ഈ കണ്ട്. മനസ്സിലായില്ലേ? ആ നാട് കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടവും നിസ്കാരവും ജനാസ അനുഗമിക്കലുമാണ് അവിടെ നടന്നത്. കാരണം ഈ മനുഷ്യൻ വന്നോണ്ട് അങ്ങനെ ജനാസ അവിടെ നിസ്കരിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ എന്തിന്റെ ഫലാണ്? ദുആ. ഒഴിവാക്കണ്ട, ദുആ ഒഴിവാക്കണ്ട. റമളാൻ കഴിയാണ്, ദുആ ഒഴിവാക്കണ്ട. ശവ്വാലാണ്, ദുആ ഒഴിവാക്കണ്ട. ദുൽഖഅദാണ്, ദുആ ഒഴിവാക്കണ്ട. മുഹറമാണ്, ദുആ ഒഴിവാക്കണ്ട. ദ്വാർന്നോ? ദ്വായല്ലാത്തൊരു പണി നമുക്കില്ല. ദ്വാർക്കന്നെ എപ്പോഴും അതിനുറപ്പിച്ച് പിരിയണം ഈ മജ്ലിസിൽ നിന്ന്. ദ്വാനെ പറ്റിയുള്ള 4-ാമത്തെ 5-ാമത്തെ ക്ലാസ് അത്. ഹബീബായ നബി പറഞ്ഞു, മുത്തു മുഹമ്മദ് മുസ്തഫ അബ്ദുൽ ഗനിയിൽ മുഖദ്ദസി തൻ്റെ തിർഗീബിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? മൻ ഉഅതിയ ദുആ ലം യുഹറമിൽ ഇജാബ. ദുആയുടെ തൗഫീഖ് ഒരാൾക്ക് നൽകപ്പെട്ടാൽ ഇജാബത്തിന് അയാൾക്ക് തടസ്സമുണ്ടാവുകയില്ല. ഒരാൾക്ക് ദുആഇന്റെ താല്പര്യമുണ്ടായി എങ്കിൽ ദുആ ചെയ്യുന്ന ഒരാൾ നിസ്സാരാക്കരുത്. ഓനെപ്പോഴും ദ്വാർക്കണ പണിയാ. അങ്ങനെ പറയരുത്. നിന്റെ ലിസ്റ്റ് ചീന്തും ഈ മള്ളവനെ ദ്വാർക്കുള്ളൂ. ദ്വാർക്ക മൂപ്പർക്ക് വേറെ പണിയില്ല. അത് ഏറ്റവും വലിയ പണി എന്താ? ദ്വായാണ്. അന്നെ ദ്വാർന്നു പിന്നെയും ദ്വാർന്നു. അതിന് അവസാനമില്ല. ഒരു ദ്വാന കഴിഞ്ഞു, അപ്പം തന്നെ അൽ ഫാത്തിഹ, പിന്നെയും ദ്വാർന്നു ചെയ്തു. ഒരു അന്തരീക്ഷത്തിൽ ദ്വാ ഉണ്ടെങ്കിൽ ആ അന്തരീക്ഷത്തിലെ വായുവിന് വരെ ഒരു നന്മ ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവർക്ക് പറ അല്ലാഹു തൗഫീഖ് തരാം. അതാ ഞങ്ങളോട് പറയണത്. നിങ്ങൾ വെള്ളിയാഴ്ചയോടെ രാവിലെ ഒന്ന് നിങ്ങൾ ദ്വാർന്നാൽ മതി. ഇതിൽ എത്രയോ ദ്വാ നടന്ന മജ്ലിസ് അത്. ഇജാബത്തുള്ള ദ്വാ എത്രയാണ് ഇജാബത്തിന് കണക്കുണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഒരാൾക്ക് ദുആഇന്റെ താല്പര്യം നൽകപ്പെട്ടാൽ ലം യുഹറമിൽ ഇജാബ, ഇജാബത്ത് തടസ്സപ്പെടുത്തുകയില്ല. ദുആ ഉണ്ടെങ്കിൽ ഇജാബത്ത് ഉണ്ടാവും. ദുആ ഉണ്ടോ ഇജാബത്തുണ്ടാവും. അതങ്ങനെയല്ലേ ഇരിക്കാൻ. അമ്മ എങ്ങനെ പോലും അങ്ങനെയാണ്. എനിക്ക് നല്ലൊരു തുണി കുപ്പായം വേണം അമ്മ എന്ന് പറഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി ഇപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ അമ്മാനോട് പറയുന്നുണ്ടാവും. അപ്പം അമ്മ അവസാനം അമ്മൻ്റെ കയ്യിൽ പൈസ അല്ലെങ്കിൽ ഒരു ന്യായത്തിലെത്തും. എന്ത്? നല്ല വസ്ത്രം നമുക്ക് പിന്നെ മൂത്താപ്പാൻ്റെ അവിടെ കല്യാണം ആണല്ലോ ഏപ്രിൽ അവസാനം, അന്നൊക്കെ എടുക്കുക. ഇപ്പം നമുക്കൊരു സാധാരണ വസ്ത്രം എടുക്കുക പോരെ, ഒന്നായിക്കോട്ടെ അൽഹംദുലില്ലാ. അപ്പോൾ ഒരു വസ്ത്രത്തിന് വേണ്ടി ഉമ്മാനോട് യോജിച്ചപ്പോൾ 2 വസ്ത്രം കിട്ടി. ഉമ്മന്നെ അങ്ങനെയാണെങ്കിൽ അള്ള എങ്ങനെ ഇരിക്കും? മനസ്സിലായില്ലേ? ചിന്തിക്ക്. സത്യമാണ്. ഇപ്പോൾ ഇനി തൽക്കാലം ഒരു 1000, 800, 1000 റുപ്യേൻ്റെ ഒരു ചെറിയ സാധാരണ എടുക്കും. ഇനി 1000, 2000, 3000 റുപ്യേൻ്റെ നല്ല വസ്ത്രം പിന്നെ മൂത്താപ്പാൻ്റെ അവിടുത്തെ കല്യാണത്തിന് എടുത്തു. അപ്പോൾ 2 വസ്ത്രമൊക്കെ കിട്ടി. ഉമ്മക്കത് കേട്ടിക്കാൻ പറ്റില്ല. ഇവിടെ ഉമ്മല്ലേ വാപ്പല്ലേ? കയ്യിലില്ലെങ്കിൽ ആരോടെങ്കിൽ ആയിരുന്നു വാങ്ങിയിട്ട് കൊടുക്കുമല്ലോ. അങ്ങനെ തന്നെയല്ലേ പറയും കുട്ടികൾ. അങ്ങനെയല്ലേ? കാരണം കുട്ടികൾക്ക് പെരുന്ന വസ്ത്രം എന്ന് പറഞ്ഞാൽ സന്തോഷമല്ലേ. പിന്നെ എന്തിനാ നമ്മൾ തന്നെ അങ്ങനെയാണെങ്കിൽ അവ എങ്ങനെ ഇരിക്കും? അപ്പോൾ മുടക്കരുത്. എന്ത്? ഒരിക്കലും മുടക്കരുത്. ഞാൻ ഇന്നലെ ഖുർആനൊന്നും ഓതിയിട്ടില്ലല്ലോ. ഖുർആൻ ചോദണ്ട. പക്ഷെ ദ്വാർന്നേങ്ങായി. ഞാൻ ഇന്നലെ തറാവി നിസ്കരിച്ചില്ല. നിസ്കരിക്കണ്ട, ഇത് ദ്വാർന്നോ? അല്ലാഹുവേ, ഞാൻ ഇന്നലെ തറാവി നിസ്കരിച്ചിട്ടില്ല, ഞാൻ പാപിയാണ്. അതെന്നെ തറാവീന് പകരം ഇപ്പം ഇജ്ജ് താന്നു ആരെ മുന്നിൽ. തെറാവി നിസ്കരിച്ചാൽ ചിലപ്പോൾ എനിക്ക് എന്താ തോന്നാറിയോ? ഇന്നലത്തെ തെറാവിയൊക്കെ നിസ്കരിക്കണല്ലോ. ഇനിയിപ്പോൾ ഞാൻ അതിനായിട്ട് മെനക്കെടണം എന്തിനാ? അതൊക്കെ മതിയോ?
ഇപ്പം ജാരായി, ഇപ്പം ജിബിലീസായി. അപ്പം ആ തറാബീന് പോയതുകൊണ്ട് ജിബിലീസായി. പുറത്തു പറയണ്ട, പുറത്തു പറ. ഇമാം ഷാറാനി തങ്ങളോട് ഒരാൾ വെള്ളിയാഴ്ച ജുമഅക്ക് വന്നപ്പോൾ പിന്നെ ഒരാൾ പറഞ്ഞു, പള്ളിൻ്റെ ഉള്ളിൽ നിറച്ച് ആളുകൾ തസ്ബീഹും ഖുർആനും പോകുമ്പം പരിപാടിയാണല്ലോ. അപ്പം ഷാറാനി ഇമാം പറഞ്ഞു, അത് മനുഷ്യന്മാരല്ല. അപ്പോൾ മനുഷ്യന്മാർ തന്നെയാണ്, ഞാൻ നിസ്കരിക്കുക, ഖുർആനോദ തസ്ബീമാല മറിച്ചിട്ട് തസ്ബീഹില്ല, ഞാൻ കണ്ടതാണല്ലോ. അപ്പം പറഞ്ഞു, അത് മനുഷ്യന്മാരല്ല, മനുഷ്യന്മാരാണ്, ഞാൻ കണ്ടായില്ല ഇമാമേ. അപ്പോൾ ഒരു ദിക്ർ പറഞ്ഞു കൊടുത്തു. ആ ദിക്ർ ചൊല്ലിയിട്ട് നേരെ ഔത്തേ പള്ളിക്ക് നോക്കിക്കളാറും. അപ്പം ആ ദിക്റല്ലേ ഔത്തേ പള്ളിക്ക് നോക്കുമ്പോൾ ഒക്കെ കുരങ്ങന്മാർ, പന്നികൾ, ഇതൊക്കെയാണ് ഔത്തേ പള്ളി കൂടി നടക്കണത്. എന്നിട്ട് പറഞ്ഞു, ആ ദിക്ർ അങ്ങോട്ട് തന്നെ വാങ്ങി, ഇങ്ങനെ ഫലം ഉണ്ടാവില്ല, കഴിഞ്ഞു, വൽപ്പത്തരം പറയണ്ടാറും. ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഇവർ ചെല്ലുന്നൊക്കെ ഉണ്ട്, പക്ഷെ സംഗതി ഒരു അമുക്കുകളാണ്. ഓലിപ്പോഴും ഈമാൻ്റെ അടിത്തറയിലെത്തിയിട്ടില്ല. ഓലിക്കിരാവും പകലും പിത്തനുണ്ടാക്കുക ഇവിടെ വന്നാണ്ട് ഖുർആനോദനുള്ള പണിയാണ്. ഇവർ കുരങ്ങളാണ്. ഇവരാരാണ്ടത് കയ്യുള്ളത് പിടിച്ചു വയ്ക്കുക, ഇവിടെ വന്ന് ഖുർആനോദ, ഇതുപോലെ പണി. ഇതാണല്ലോ കുരങ്ങൻ്റെ പണി. നിങ്ങൾ പെരിയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു ബിസ്ക്കറ്റ് നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ താമരശ്ശേരി ചുരം വഴി പോകരുത്. പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഡിക്കിയിലിട്ട് അടച്ചിട്ടല്ലാതെ നിങ്ങൾ പുറത്തിറങ്ങുകയും ചെയ്യരുത്. കാരണം ആ ബിസ്ക്കറ്റ് അള്ളാഹു തൗഫീഖോടുകൂടെ നിങ്ങൾക്ക് കിട്ടൂല. കാരണം ആരാണ്ടത് കൈക്കലാക്കാൻ ഇത്തരം ബിരുദുള്ളൊരു സാധനം കുരങ്ങില്ല. അതെന്നെ നമ്മൾ പുറത്ത് പറയണ്ട. എന്നെ ഞാൻ ചോദിച്ചു, തറാവീഹ് നിസ്കരിച്ച് നിർത്താൻ വേണ്ടി പറയല്ല, അങ്ങനെയും ഉണ്ട് എന്ന് പറയാണ്. അങ്ങനെയും ഉണ്ട്, അങ്ങനെയും ഉണ്ട്. ഇത് കുരങ്ങാണോ, ഇത് മനുഷ്യനാണോ, അല്ലാഹു അഅലം. ഏതായാലും ഉലൈക കൽ അൻആമി ബൽഹും അളല്ല്. ആടുമാട് ഒട്ടകങ്ങളെക്കാളൊക്കെ പരിമോശാണ് എന്ന് ഖുർആനിലുണ്ട്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. ഹൃദയമുണ്ട്, ആ ഹൃദയത്തിൽ ഉൾക്കൊള്ളൂല. ആരാ ഉൾക്കൊള്ളണം? ആരാണ് ഉൾക്കൊള്ളണം? അതിനെന്തെങ്കിലും ഒരു ന്യായം പറയാന്നല്ലാതെ. ولهم عين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل. അതാണ് ഔത്തേ പള്ളി കണ്ടത്. അത് ഷാറാനി മെമ്മനെ പോലത്തെ തിരിയും. നമുക്കില്ല, നമുക്കൊക്കെ അല്ല എൻ്റെ സാലിയങ്ങളാണ്, ഒക്കെ സാലിയാണ്. ഇജും സാലിയാണ്, ഓരും സാലിയാണ്, ഒക്കെ സാലിയാണ്. തിരിൻ്റെ ഓരത്ത് എത്തിയ തിരിയും കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽഭകം എന്നവർ അവർക്ക് തിരിയും. അത് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പം എന്ത് ചെയ്ത ദ്വാർന്നോ? തെറാവീന് പോയില്ല, അപ്പം ദ്വാക്കൊന്നോടി കട്ടിയോടി. ചോനെ പോയിട്ടില്ല, നല്ലൊരു ദിവസമായിട്ട് തെറാവി സ്കരിച്ചില്ല. ഞാൻ അമുക്കാണ്. ചിന്തിക്ക്, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ദ്വാ വിടണ്ട എന്തിനും. ഒരാൾക്ക് ദുആ നൽകപ്പെട്ടാൽ, ഒരു ഹദീസ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് ഒറ്റ ഹദീസ് കൂടി പറഞ്ഞു. മൻ ഉദിന ലഹു ഫിദ്ദുആഇ മിൻകും, ഒരാൾക്ക് ദുആയിൽ ഇജാബത്ത്, ദുആയിൽ സമ്മതം നൽകപ്പെട്ടാൽ, ദ്വാരക്കാൻ കഴിയുന്നുണ്ട്, അതിന് സമ്മതം നൽകപ്പെടൽ. ദ്വാരക്കാൻ ഒരു വിഷമുണ്ടാകണില്ല, ദ്വാരക്കാനാണ് എളുപ്പത്തിൽ കഴിയുന്നത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചിലപ്പോൾ അങ്ങനെ കഴിയില്ല, അള്ളാഹു ദ്വാരക്കൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, അപ്പോൾ കഴിയില്ല. ഒരാൾ ഇതൊന്നും നാളെ മറ്റന്നാളും കൂടി നടപ്പിലാക്കേണ്ട ഒരു വിഷയം ഇതിലുണ്ടായതുകൊണ്ടാണ് ആ ഹദീത്തും കൂടി ഞാൻ ഇതിൽ കൂട്ടുന്നത്. ഒരു ഹദീത്തും കൂടി പറയാം. ഒരാൾ ഉദിന ലഹു, അവന് സമ്മതം നൽകപ്പെട്ടു, ഫി ദുആയിൽ മിൻകും, നിങ്ങളിൽ നിന്ന്. ഒരാൾക്ക് എപ്പോഴും ദ്വാരക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഫുത്തിഹത്ത് ലഹു, അവന് തുറക്കപ്പെടുന്നതാണ് അബ്വാബുർ റഹ്മത്തി, റഹ്മത്തിൻ്റെ വാതിലുകളെ. റഹ്മത്തിൻ്റെ വാതിൽ തുറന്നിട്ടു. ഒരാൾക്ക് ദ്വാരക്കനുണ്ടോ ഉറപ്പാണ്, അവൻ എന്ത് കിട്ടും?
പറ, റഹ്മത്തിൻ്റെ വാതിൽ തുറന്നിട്ടു. അതേ അടിമക്ക് ഉടമയെന്ന് കിട്ടേണ്ട ഒറ്റ വാർത്താനേ ഉള്ളൂ റഹ്മത്ത്, അല്ലാത്ത ഒക്കെ ശിക്ഷയാണ്. സ്വർഗം റഹ്മത്താണ്. ഇന്നലെ കഴിച്ച അത്താഴം റഹ്മത്താണ്. ഇന്ന് മഗ്‌രിബിന് തിന്നാൻ പോണത് റഹ്മത്താണ്. എൻ്റെ മകനെ ഇന്നലെ പോലീസ് പിടിച്ച് വിട്ടു റഹ്മത്താണ്. എൻ്റെ പാടത്തേക്ക് മഴ പെയ്തു റഹ്മത്താണ്. വലിയ മഴയൊന്നും പെയ്തില്ല, എന്നാലും അത്യാവശ്യം കിണറ്റിൽ വെള്ളം അടിക്കാനുള്ള വെള്ളം ഉണ്ടായി. അതുകൊണ്ടിങ്ങനെ മോട്ടർ അടിച്ച് ആ വാഴ കൊലച്ചു. ഓരോ വാഴക്കൊലയും വലിയ വലിയ കൊലയായി. 100-600 റുപ്യക്ക കൊല കൊണ്ടുപോയി വിറ്റത് റഹ്മത്താണ്. എല്ലാം റഹ്മത്ത്. നരകത്തുനിന്ന് പഠിച്ചോൻ തന്നെ ഒഴിവാക്കി. പറയും റഹ്മത്താണ്. നിന്റെ മകളെ മാനമര്യാദയ്ക്ക് ഒരു ബാല്യക്കാരൻ ആ പെൺകുട്ടിയെ പോറ്റാൻ പറ്റിയ ഒരാൾ കെട്ടി, അത് റഹ്മത്താണ്. റഹ്മത്തല്ലാത്തതൊക്കെ അപ്പോൾ ഒരാൾക്ക് സമ്മതം നൽകപ്പെട്ടു, മിൻകും നിങ്ങളിൽ നിന്ന് ദുആക്ക് സമ്മതം നൽകപ്പെട്ടാൽ ഫഖദ് ഫുതിഹത് ലഹു, അവന് തുറക്കപ്പെട്ടതാണ്. അവന് തീർച്ചയായും ഫുതിഹത് ലഹു, അവന് തുറക്കപ്പെട്ട് ഉറപ്പ്. എന്ത്? അബ്വാബു റഹ്മ. എന്തിനെ? റഹ്മത്തിൻ്റെ വാതിലുകളെ. ഫുതിഹത്ത് മാലിയാഫീല കത് കെട്ടിയ കാട്ടിയുടെ കെട്ടിയ ഇസ്മിൽ ഇന്ന കൂട്ടും പോലെയാണ് മാലിയിൽ കത് കൂട്ടൽ. ഫഖദ് ഹദീസ ഏതോ പറഞ്ഞ ആളല്ല, ലോകം കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരൻ പറഞ്ഞതാ മുഹമ്മദ് മുസ്തഫ. മൻ ഉദിന ലഹു, ഒരാൾക്ക് സമ്മതം നൽകപ്പെട്ടു, മിൻകും നിങ്ങളിൽ നിന്ന് ദുആക്ക് എങ്കിൽ ഫഖദ് ഫുതിഹത്ത് തീർച്ചയായും തുറക്കപ്പെട്ടു, ലഹു അവന് അബ്വാബ് റഹ്മ റഹ്മത്തിൻ്റെ വാതിലുകളെ. റഹ്മത്തിൻ്റെ വാതിൽ തീർച്ചയായും തുറക്കപ്പെട്ടു. തുറക്കപ്പെടും എന്നല്ല, ഫുതിഹത്ത് മാലിയാഫീല. ദ്വാരക്കനുണ്ടോ? തുറക്കപ്പെട്ട് കഴിഞ്ഞു. ഞാൻ എത്തിയാൽ മതി, കഴിഞ്ഞു. മനസ്സിലായില്ലേ? ചിന്തിക്കും. അപ്പം നമ്മളും ദ്വാരക്ക. ഒരാളെ കണ്ട എന്ത് പറയാം? ദ്വാരക്കണം കേട്ടോ, ദ്വാരക്കണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദുആ പൊഴിയുവാകെ. നമുക്ക് എന്താകണം? എനിക്ക് രാജാവാകണോ? വേർന്നു. ആരാണ്? മുതലാളിയാണോ? വേർന്നു. അതിൽ ഖൈറുണ്ടെങ്കിൽ ആക്കിത്തരും, അല്ലെങ്കിൽ ഒരു പൊരൻ്റെ ഉള്ളിലെങ്കിലും എന്നെ രാജാവാക്കും. അവിടെ 8-10 മക്കളും പോലെ രാജാവായിട്ട് ഇങ്ങനെ കസേരയിൽ അങ്ങനെ. എൻ്റെ വാപ്പ രാജാവായി, ഞങ്ങൾ പേർക്കാർക്കൊക്കെ വലിയ രാജാവായി വലിയൊരു കസേരയും സിംഹാസനത്തിനിരിക്കും പോലെ ആ വാപ്പ ഇരിക്കുക. വർത്തമാനങ്ങൾ പറഞ്ഞ രാജാവിൻ്റെ ഓർഡർ പോലെയാണ് വർത്തമാനങ്ങളൊക്കെ. അങ്ങനെയായിരുന്നു. അത്ര ഹിമ്മത്തുള്ള ആളായിരുന്നു എൻ്റെ വാപ്പ. അപ്പം രാജാവ് തന്നെ പഞ്ചായത്ത് മെമ്പർ വരെ ആയിട്ടില്ല, പക്ഷെ രാജാവിൻ്റെ സ്ഥാനത്താണ് ആള്. ഏത് പഞ്ചായത്ത് മെമ്പറും വാപ്പാനത്ത് വന്നു പോകും. ഒരു രാജസ്ഥാനാണ്. അള്ളാഹുവിനോട് ചോദിച്ചോ, അള്ളാഹ് നിനക്ക് തരും. ഒരാൾ ഉദിനലഹു ദ്വാമിൻകും, ദ്വാക്കൊരാൾക്ക് സമ്മതമുണ്ടെങ്കിൽ, അതായത് നാവ് തുറന്ന് അയച്ചിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, എനിക്ക് അള്ളാഹുവിൽ നിന്ന് ദ്വാക്ക് സമ്മതമുണ്ട് എങ്കിൽ ഫഖദ് ഫുതിഹത് ലഹു, അവന് തീർച്ചയായും തുറക്കപ്പെട്ട് കഴിഞ്ഞു. അബ്വാബ് റഹ്മ, റഹ്മത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ട് കഴിഞ്ഞു. ശരി, ഇനി ഹദീസിൻ്റെ പൂർത്തീകരണം കൂടി കേട്ടിട്ടാൽ അവസാനിപ്പിക്കും. അവിടെയാണ് ഇനി കണക്കുള്ളത്. ഇനി എന്താ ബാക്കി? ഈ ഹദീസിൻ്റെ ബാക്കി എന്താണെന്നറിയോ? ഒന്നും അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ല, ഒരാളും ചോദിച്ചിട്ടില്ല. അഹബ്ബ ഇലൈഹി, അവനേറ്റവും ഇഷ്ടമുള്ളതായിട്ട് മിനൽ അഫ്വി വൽ ആഫിയ. ഇത് ഈ ആഴ്ച പറയേണ്ടതാണ്. ഒരാളും അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ല ഷൈഅൻ, ഒന്നിനെയും. അഹബ്ബ ഇലൈഹി, അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് ചോദിക്കുമ്പോഴേ ഇഷ്ടം. അള്ളാഹുവിനോടൊന്നും ഒരാളും ചോദിച്ചിട്ടില്ല. അഹബ്ബ ഇലൈഹി, അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് ചോദിച്ചിട്ടില്ല. മിനൽ അഫ്വി, അഫുവിനേക്കാളും വൽ ആഫിയത്തി, ആരോഗ്യത്തെക്കാളും. സുബ്ഹാനല്ലാഹ്. അഫുവിൻ്റെ ആഴ്ച ഇപ്പോൾ 4 ദിവസം കൊണ്ട് തീരും. ഇത് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുക ഒരാഴ്ച. എന്തിന്? اللهم إنك عفو كريم تحب العفو فاعف عني. اللهم إنك عفو كريم تحب العفو فاعف عني. اللهم إنك عفو كريم تحب العفو فاعف عني.
റമളാനിന്റെ അവസാന ഭാഗത്ത് ഞങ്ങൾ എന്ത് ചോദിക്കണമെന്ന് പുണ്യ റസൂലുള്ളാഹിനോട് ചോദിക്കപ്പെട്ടപ്പോൾ ഹബീബ് പറഞ്ഞു, സല്ലല്ലാഹുൽ അഫ്വ, അല്ലാഹുവോട് മാപ്പ് ചോദിച്ചോളീ. മനസ്സിലായില്ലേ? പുണ്യ നബിയും ചോദിക്കും, സഹാബികളെ കൊണ്ട് ചോദിപ്പിക്കും. അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീമുൻ, നീ ഏറ്റവും അഫൂ, മാപ്പ് ചെയ്യുന്നവനാണ്. കരീമുൻ, ഏറെ ഔദാര്യമുള്ള മാന്യനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് ചെയ്യുന്നത് നിനക്ക് വളരെ ഇഷ്ടമാണ്. ഫഅഫു അന്നീ, എന്നെ തൊട്ട് മാപ്പ് ചെയ്യണമേ. നമ്മളെപ്പോലെയല്ല. നമ്മളോട് ഒരാൾ തെറ്റ് ചെയ്തിട്ട് മാപ്പ് ചോദിച്ചാൽ നമ്മൾ പറയും, ഇപ്പൊ മാപ്പിനോ നിൽക്കാം, പൊയ്ക്കോട്. ഓ, ഹജ്ജിനായപ്പോൾ മാപ്പ് കൊടുത്തില്ല. ഹജ്ജിന് പോകാണെന്ന് മാപ്പ് വരും. ജിബിരിയിൽ വന്ന് പറഞ്ഞാലും മാപ്പ് വരില്ല. വരാനും അല്ലല്ലോ. പറഞ്ഞു മാപ്പ് കൊടുക്കുന്ന പറഞ്ഞപ്പോൾ ഒരു 2 അയൽവാസി പെണ്ണുങ്ങൾ തമ്മിൽ തെറ്റി കോഴിക്കോട് ജില്ലയിൽ. പലരും പറഞ്ഞു ഒരുത്തിനോട് പോയിട്ട് മാപ്പ് കൊടുക്കുന്നു, മാപ്പ് കൊടുക്കുക. ഞാൻ കൊടുക്കില്ല. ഒരുത്തി ഇങ്ങോട്ട് മിണ്ടാൻ തയ്യാറാണ്, മറ്റോൾ അങ്ങോട്ട് മിണ്ടാൻ തയ്യാറില്ല. അപ്പോൾ ഇവരെന്നെ കൊണ്ട് വേദനുണ്ടായി മാപ്പ് കൊടുത്താലുണ്ടാവുന്ന പുണ്യങ്ങൾ പറയാൻ വേണ്ടി 15 കൊല്ലം മുമ്പ്. ആദ്യം ഇതൊന്നും പറഞ്ഞില്ല. പിന്നെ അവിടെ ചെന്നിട്ടാ പറഞ്ഞേ, എന്തെങ്ങൾ പറയാൻ, ഞാൻ ഇവിടെ എന്താ പറയേണ്ടത്, നിങ്ങൾ മാപ്പ് കൊടുത്താലുള്ള മാറ്റം പറഞ്ഞാൽ മതി. ഈ പള്ളിൻ്റെ തൊട്ടൊരു പെണ്ണിൻ്റെ പേരുണ്ട്, ഓളെ തൊട്ട അയൽവാസിക്ക് മാപ്പ് കൊടുക്കൂല. ഞാൻ മാപ്പ് കൊടുക്കൂല. ഞേറി വന്ന നരകല്ലേ കിട്ടുള്ളൂ. അതെനിക്ക് പ്രശ്നമല്ല. ഞാൻ ചില വാക്കുകൾ മറക്കൂല, എൻ്റെ ജീവിതത്തിൽ മറക്കാത്തൊരു വാക്കാണ് ഔദുബില്ല. എന്താ പറഞ്ഞേ? ഏറി വന്നാൽ ഓക്കിപ്പം മാപ്പ് കൊടുത്തില്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എന്തേ പറയാനുള്ളൂ മോലിയാരെ? നരകം കിട്ടുന്നല്ലേ? ആയിക്കോട്ടെ, എന്നാലും ഏറി വന്നപ്പോൾ നരകം കിട്ടുന്നല്ലേ ഉള്ളൂ. അതല്ലേ ഇപ്പം നിങ്ങൾ പറയാൻ പോണ്? ആയിക്കോട്ടെ, ഓക്ക് മാപ്പ് കൊടുക്കൂല, നരകം കിട്ടിയാലും വേണ്ടില്ല. ഇന്നലെ നട്ടുച്ചക്ക് ഒരു 10 മിനിറ്റ് പുറത്തിറങ്ങി നിന്നാൽ മാപ്പ് കൊടുക്കും. ഇന്നലെ ഉച്ചക്ക് ഞാൻ നിലമ്പൂർ കൂടി പോവുക. അപ്പം ജാബിറിനോട് പറഞ്ഞു, ജാബിറെ, ഈ വെയിൽ തന്നെ അങ്ങനെയാണെങ്കിൽ നരകം എങ്ങനെയൊക്കെ ഒരു അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ പഠിച്ചോൻ. എന്താണ് ഇന്നലെ ഉച്ചക്കൊക്കെയുള്ള വെയിൽ? അല്ലേ, എന്താ വെയിൽ പഠിച്ചോനെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നരകത്തിനെ തൊട്ട് കാക്കട്ടെ. മനുഷ്യൻ പറയാണ്, എന്ത് അമ്മ പോക്കില്ല, ഏറി വന്നപ്പോൾ നരകല്ലേ ഇട്ടോളൂ. അതല്ലേ ഇപ്പം നിങ്ങൾക്ക് പറയാനുള്ളത്? ആയിക്കോട്ടെ, ഞാൻ നരകം വാങ്ങിക്കോട്ടെ, എന്നാലും ഓക്കും മാപ്പ് കൊടുക്കില്ല. മനസ്സിലായില്ലേ? നമ്മൾ മാപ്പ് കൊടുക്കൂല. ആര് മാപ്പ് കൊടുക്കും? 90 കൊല്ലം തമ്മാടിത്തരം ചെയ്തിട്ട്, 100 കൊല്ലം കട്ട് വ്യഭിചരിച്ച് കള്ളുടിച്ച് കുതിര വിട്ട് നടന്നിട്ട് ഒരു ദിവസം അടുക്കരിഞ്ഞു, അല്ലാ പെച്ചുപോയതാണ്, മാപ്പാക്കണേ. അപ്പം മാപ്പ് കൊടുക്കും. അടുത്ത സെക്കൻഡിൽ മരിച്ചു, സ്വർഗാവകാശിയാണ്. എന്തേ? അള്ളാഹുവിന് ഒരാൾ മാപ്പ് ചോദിക്കുന്നതിനേക്കാൾ ഇഷ്ടമുള്ള വേറൊന്നും ഇല്ല. ഒരാൾ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുമ്പോൾ അള്ളാഹുവിനുള്ള സന്തോഷത്തെക്കുറിച്ച് ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട് നബി. ആ ഉപമയേക്കാളും വലിയൊരു ഉപമ ഞാനിൻ്റെ ആയുസ് കണ്ടിട്ടില്ല. ഒരാൾ അള്ളാഹുവോട് മാപ്പ് ചോദിക്കുമ്പോൾ അള്ളാഹുവിനുണ്ടാകുന്ന സന്തോഷം എത്രയാണെന്നോ എന്നൊരു നബി ഉപമ പറഞ്ഞു. ഒരാൾ ഏകാന്തനായി മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. പോയി അങ്ങനെ പോയി ഒരു സ്ഥലത്തെത്തിയപ്പോൾ അയാൾ എന്ത് ചെയ്തു? വഴിയൊക്കെ തെറ്റി, എങ്ങനെയോ എത്തി, എവിടെയോ എത്തി. പിന്നെ അയാൾ എന്ത് ചെയ്തു? ഒരു സ്ഥലത്ത് ഇറങ്ങി ഒട്ടകത്തിന് മേയാൻ വിട്ടു. അയാളുടെ കയ്യിൽ ചില്ലറ സാധനങ്ങളുണ്ട്, അതുകൊണ്ട് അയാൾ തീ ഉണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കാൻ ഒരുങ്ങി. ഏതായാലും ഇനി വഴി തെറ്റി, ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ച് വീണ്ടും വഴി തരിക. അങ്ങനെ അയാൾ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചപ്പോൾ അയാൾക്ക് ഉറക്കം വന്നു. അപ്പോൾ അയാൾ കടന്നുറങ്ങി. അല്ല, ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞു. ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അയാൾക്ക് പോകാൻ നോക്കുമ്പോൾ എവിടെ നോക്കി ഒട്ടകത്തിനെ കാണാനില്ല. മേയാൻ വിട്ട ഒട്ടകം അവിടെ ഒന്നും ഇല്ല. അയാൾ ഒട്ടകത്തിൻ്റെ പേരും വിളിച്ച് ഓടി കഴിഞ്ഞ് ഇയാൾ വഴിയിലല്ല. വഴിയിലാണെങ്കിൽ വേറെ ഒരാൾ വരും വിചാരിക്കാം. ഇയാൾ മരുഭൂമിയിൽ എവിടെയോ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഈ വഴിക്ക് ഒരാൾ വരൂല. ഇനി ആകെ ഒരു പ്രതീക്ഷ ആരെയാണ്? ഒട്ടകപ്പുറത്ത് പരമാവധി പോയോക്കാം. ഒട്ടകത്തിന് പെട്ടെന്ന് ക്ഷീണം വരൂല. ഒട്ടകത്തിനെ കാണാനില്ല. ഓടി അയാൾ ആദ്യമൊക്കെ നടന്നു, പിന്നെ ഓടി അയാളുടെ അവസാനത്തെ
ഓടി അയാൾ അവസാനം വെച്ച കാൽമലക്കാൻ വീണു. ഫനാമ, തളർന്നോണ്ടുറങ്ങി. ക്ഷീണം, കഷ്ടപ്പാട്, നിരാശ, അതുറങ്ങി. അങ്ങനെ ഉറങ്ങിയാൽ റാഹത്തായി ഉറങ്ങി. അങ്ങനെ ക്ഷീണല്ലേ, അങ്ങനെ ഉറങ്ങി. സൗത്തൻ ഫസ്തയഖള, എന്തോ ഒരു ശബ്ദം കേട്ട് അയാൾ ഉണർന്നു. നോക്കുമ്പോൾ ഫനാഖതുഹു ഇൻദ ഖദമൈഹി, അവൻ്റെ ഒട്ടകം അവൻ്റെ കാലിൻ്റെ ചോട്ടിൽ നിൽക്കുന്നത് കണ്ടാൽ ഫകൈഫ യകൂനു മസ്റൂറൻ, അവൻ എങ്ങനെയാണ് സന്തോഷം ഉണ്ടാവുക? അതിനേക്കാൾ സന്തോഷമാണ് തെറ്റ് ചെയ്ത അടിമ മാപ്പ് തരണേ എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് വരുമ്പോൾ അള്ളാഹുവിനുണ്ടാവുക എന്ന് മുഹമ്മദ് മുസ്തഫ. ഇതിനേക്കാളും വലിയൊരു ഉപമ ഞാൻ ഈ വിഷയത്തിൽ കണ്ടിട്ടില്ല. ഇത് വല്ലാത്ത ഉപമയാണ്. അയാളെ സന്തോഷം എത്രയാ! അയാൾ എവിടെയൊക്കെ ഓടിയിട്ട് എന്ത് കിട്ടിയില്ല, കിട്ടില്ല. പിന്നെ അയാൾ ഉറങ്ങ, തളർന്നു. പിന്നെ ശബ്ദം കിട്ടി ഉണർന്നു നോക്കുമ്പോൾ ഫനാഖതുഹു ഇൻദ ഖദമൈഹി, അവൻ്റെ കാലിൻ്റെ ചുവട്ടിലാണ് ഒട്ടം നിൽക്കുന്നത്. ഫകൈഫ യസ്കൂനു മസ്റൂറൻ, അപ്പോൾ അയാൾക്ക് എത്ര സന്തോഷമുണ്ടാവും! അതിനേക്കാളാണ് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയുന്ന അടിമയുടെ കാര്യത്തിൽ അള്ളാഹു ഉണ്ടാക്കുക. എന്ത് തെറ്റിയിട്ടുണ്ടെങ്കിലും ഓനോട് മാപ്പ് വെച്ചല്ലോ, മതി പോയിക്കോ. ആ മാപ്പ് പറഞ്ഞ് ആ മാപ്പ് എവിടെ തീരാന്നറിയോ? എവിടെ? അല്ലാഹു അക്ബർ ശവ്വാലിൻ്റെ പറ കാണുന്നത് വരെയും മാപ്പ് കേൾക്കണം. ആ മാപ്പ് കിട്ടിയ സന്തോഷത്തിലാണ് മാപ്പ് കിട്ടിയേക്കും. അതിന് മാത്രമേ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ആ സന്തോഷത്തിലാണ് പെരുന്നാൾ നിസ്കരിക്കുക. അതാണ് സന്തോഷം. മനസ്സിലായില്ലേ? അള്ളാഹുവോട് ഒന്നും ചോദിച്ചിട്ടില്ല, ഒരാളും ചോദിച്ചിട്ടില്ല. അവനിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല. മിനൽ അഫ്വി വൽ ആഫിയ, അഫുവിനേക്കാളും ആഫിയത്തിനേക്കാളും. അഫു മാപ്പ്, ആഫിയ ആരോഗ്യം, രണ്ട് ചോദിച്ചാളാണ്. ആഫിയത്തുണ്ടെങ്കിൽ ഈ ലോകത്തിൽ രക്ഷപ്പെടും, അഫു ഉണ്ടെങ്കിൽ അവിടെയും രക്ഷപ്പെടും. ദുനിയാവ് ആഖിറയും ഇതിനും ചോദിച്ചാൽ സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ. അല്ലാഹു അഫു ആഫിയത്ത് ചോദിക്കണം. اللهم إنك عفو كريم تحب العفو فاعف عني. اللهم إنك عفو كريم تحب العفو فاعف عني. اللهم إنك عفو كريم تحب العفو فاعف عني. صلاة والسلام عليك يا رسول الله. خذ بيدي قلت هيلتي فأدركني. صلاة والسلام عليك يا حبيب الله. خذ بيدي قلت هيلتي فأدركني. الصلاة والسلام عليك يا شفيع المذنبين. خذ بيدي قلت هيلتي أدركني. الصلاة والسلام عليك يا إمام المتقين. خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا رسول الله. خذ بيدي قلت حيلتي فأدركني. السلام عليك يا شهر رمضان. السلام عليك يا السلام عليك يا شهر رمضان. السلام عليك يا شهر رمضان. السلام عليك يا شهر التراويح. السلام عليك يا شهر العفو والغفران. 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 السلام عليك يا شهر
العفو والغفران. السلام عليك يا شهر الدعاء والاستغفار. السلام عليك يا شهر الدعاء والاستغفار. السلام عليك يا شهر الدعاء والاستغفار. السلام عليك يا شهر التلاوة والقرآن. السلام عليك يا شهر التلاوة والقرآن. السلام عليك يا شهر التلاوة والقرآن. تقبل الله منا ومنكم، تقبل الله منا ومنكم، والله عفى الله لنا الأجور. الله غفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولجميع من قال من صميم قلبه لا إله إلا الله ومحمد رسول الله. اللهم اغفر لجميع المسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا توفنا مسلمين. ഒരുപാട് നോമ്പിനും ഇതുപോലെ ആഫിയത്തിൽ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റബ്ബേ. നിന്റെ ആഫിയന്റെ വലിപ്പത്തരമാണ് മുത്തുനബി പറഞ്ഞത്. അതാണ് ഞങ്ങൾ ഈ റമളാനിലെ അവസാനത്തെ ക്ലാസ്സിൽ അവസാനം പറയുന്നത്. റബ്ബേ ഞങ്ങൾക്ക് നീ പൂർത്തി തരണമേ റബ്ബേ. സ്വന്തമുള്ള ഈ മനസ്സിൻ്റെ സന്തോഷം പോലെ സന്തോഷമുള്ള സവാബും ആഫുവും എല്ലാം ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ഒരുപാട് റമളാൻ ആഫിയത്തിലാക്കണമേ റബ്ബേ. ആഫിയത്തുള്ള ദീർഘായുസ് ഒരുപാട് റമളാനിൽ ഞങ്ങൾക്ക് കിട്ടണമേ റബ്ബേ. കഴിഞ്ഞതൊക്കെ പൂർത്തിയരണമേ റബ്ബേ. ഈ റമളാൻ വന്നിട്ട് ഞങ്ങളെ വിചാരങ്ങൾ കൊണ്ടോ ഞങ്ങളെ മോശത്തരങ്ങൾ കൊണ്ടോ നിനക്കെതിരായതും ഈ റമളാന്റെ ഹുർമത്തിനോട് യോജിക്കാത്തതുമായി പലതും പറ്റിയിട്ടുണ്ട്. മാപ്പ് ചെയ്യണമേ അല്ലാ, മാപ്പ് ചെയ്യണമേ അല്ലാ, മാപ്പ് ചെയ്യണമേ അല്ലാ. ഒരു ഷാറാൻ ഇമാം ഇല്ലാത്തത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞങ്ങളെ കോലെന്താണെന്ന് പറഞ്ഞുതരാൻ ഇവിടെ ആൾ ഉണ്ടാവുകയില്ല. മാപ്പ് ചെയ്യണമേ റബ്ബേ, മാപ്പ് ചെയ്യണമേ റബ്ബേ, രക്ഷപ്പെടുത്തി തരണമേ റബ്ബേ. അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ സ്വർഗീയ വാതിൽ മുത്ത് റസൂലുള്ളാഹിന്റെ പിന്നാലെ അടിവച്ച് കയറുന്ന രക്ഷപ്പെട്ടവരിൽ ഞങ്ങളെ ചേർക്കണമേ റബ്ബേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ആക്കണമേ റബ്ബേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ആക്കണമേ റബ്ബേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ആക്കണം റബ്ബേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൗസറോ അവിടുത്തെ റുയത്തോ സുഹ്ബത്തോ നാളെ ഞങ്ങൾക്ക് ഹറാമാക്കരുത് റബ്ബേ. നിന്റെ ലിഖാവും ഞങ്ങൾക്ക് ഹറാമാക്കരുത് റബ്ബേ. ഈ മജ്ലിസിനെ ഖബൂലാക്കണമേ റബ്ബേ. റബ്ബനാ തവഫനാ മുസ്ലിമീന വൽഹഖ്നാ ബിസ്സാലിഹീൻ. ആമീൻ. അൽ-ഫാത്തിഹ. അൽഹംദുലില്ലാഹി റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم. മറ്റന്നാൾ രാവിലെ 9 മണിക്കാണ് മജ്ലിസിൻ്റെ സമാപനം. ഒരു മാസമായി ഇവിടെ ക്ലാസ് നടക്കുകയാണ്. ഒരു മാസമായി. റമളാൻ 1 തുടങ്ങിയ ക്ലാസ്സാണ്. ഒരു മാസമായി ക്ലാസ്സാണ്. എന്നാൽ സമാപനം ഞായറാഴ്ച രാവിലെ 8:30 മണിക്ക്. ഞായറാഴ്ച ഈ വരുന്ന മറ്റന്നാൾ, നാളെ ശനിയും ക്ലാസ് ഉണ്ട്, ഞായറും ക്ലാസ് ഉണ്ട്. 8:30 മണിക്ക് അവസാനം തോബയുടെ പൂർത്തീകരണം പറയും ഇൻഷാ അല്ലാഹ്. ഈ കൊല്ലത്തെ പൂർത്തീകരണം പറയും. എന്നിട്ട് നമ്മൾ യാസീനോടി ദിക്ർ ചൊല്ലി ദുആ ചെയ്യും. ആ മജ്ലിസിൽ എല്ലാവരും പങ്കെടുക്കണേ. ആണും പെണ്ണൊക്കെ ആ മജ്ലിസിൽ പങ്കെടുക്കണേ. എല്ലാവരും ആ മജ്ലിസിൽ. മറ്റന്നാൾ 8:30 മണിക്കാണ് സമാപനം. ഒരു മാസമായി നീണ്ടു നിൽക്കുന്ന ഇൽമിൻ്റെ ഒരു വല്ലാത്ത ഒരു ഇൽമാണ്. കൊല്ലം പറഞ്ഞതെല്ലാം റബ്ബിൻ്റെ ഇവൻ്റെ വർദ്ധല്ല. ഇതൊക്കെ അല്ലാഹുവിൻ്റെ ആരിഫ്യങ്ങൾ ഇവിടെ എഴുതി വെച്ച അനവധി ഇൽമ് ഈ കൊല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ സമാപനമാണ് മറ്റന്നാൾ ഞായറാഴ്ച 29-ാമത്തെ നോമ്പിന് 8:30 മണി. എല്ലാവരും വന്നു ചേരണമെന്ന് അപേക്ഷിക്കുന്നു. അൽ-ഫാത്തിഹ. ലിസണേഴ്സ് പുറത്തിൽ മറ്റും ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യും. അല്ലാഹു തആല എല്ലാവരുടെ പ്രയാസങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ. അല്ലാഹു എല്ലാ പ്രയാസങ്ങളെയും പരിഹരിച്ചു തരട്ടെ. എല്ലാ പ്രയാസങ്ങളും പരിഹരിച്ച് ഖൈറും റഹ്മത്തും അല്ലാഹു തുറന്നു തരട്ടെ. എല്ലാവർക്കും അല്ലാഹു ഖൈറിൻ്റെ വാതിലുകൾ തുറന്നു തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അക്ബർ ലാ കബീറ സിവാഹു ജല്ലത്ത് മഹാമിദുഹു വഅസ്സ സനാഹു ഹാദിൽ ഇബാദി ഇലാ സനാഇ ഇർഫാനിഹി لولا التفضل ما اهتدوا لسناه ملك الملوك وحكمه في خلقه
ماض فلا حكم يرى لسواه وهو السلام فلم يزل متقدسا ذاتا ووصفا في كمال غناه سبحانه القدوس في حضراته عن كل ما لا ينبغي لعلاه حقا رداء الكبر له فما أرضى المنازع فيه ما شقاه وهو الحفيظ لنا وليس يؤوده في أرضه حفظ ولا بسماه هو اللطيف لما يشاء حقيقة من عفه باللطف منه كفاه حسب العليم بكنه علي كافيا في كل ما أرجوه أو يخشاه يا حي يا قيوم يا من كلما ناداه مضطر أجاب دعاه أنت الجليل الفرد والصمد الذي يا ربنا يا ربنا يا ربنا يا ربنا يا رب يا رباه يا رب بالذات العلية باسمها بمصون سر فيه يا غوثاه يكشف كروب المسلمين جميعهم وأغثهم من بنصرك ياه واكبس مسر الكيد واردد كيده وعلى حبيبك من سرى في ليلة لعلاك فابتهج العلا والآل والأصحاب مدى عندها حسبي ربي جل الله. ഖുർആനിലെ കുട്ടികളിലേക്ക് അവരുടെ ഭക്ഷണത്തിലേക്ക് എന്തെങ്കിലും നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ബുദ്ധിമുട്ടി തരരുത്, ആരും ബുദ്ധിമുട്ടി തരരുത്. ഇംദാദ് എന്ന ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാറുള്ളത് ബഹുമാനപ്പെട്ട വെള്ളൂർ മാനുത്തങ്ങൾ പാപ്പയാണ്. ഈ വർഷവും അദ്ദേഹം തൻ്റെ കുടുംബത്തിലെ 16 ആളുകൾക്ക് വേണ്ടി 1600 ഉറുപ്പിക തന്ന് അത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഈ വർഷവും വെള്ളൂർ മാനുത്തങ്ങൾ പാപ്പയാണ് നമ്മളെ ഇംദാദ് പരിപാടി ഉദ്ഘാടനം ചെയ്യാറുള്ളത്. ഈ വർഷവും 1600 ഉറുപ്പിക ആ 16 ആൾക്ക് വേണ്ടി 1600 ഉറുപ്പിക തന്ന് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ പറയാം. അള്ളാഹു വലിയ ഖൈർ പോലെ ആക്കട്ടെ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അത് വലിയ വിജയമായിട്ടുണ്ട്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഒരു പെരുന്നാപ്പണം ദാറുൽ ഖുർആനിലേക്ക് കൊടുക്കുക. ഇനിയിപ്പോൾ പെരുന്നാളിലേക്കുള്ള സമയമായി. മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മായുടെയും മഗ്ഫിറത്തിന് വേണ്ടി ആ ഉപ്പാക്ക് തങ്ങൾ വാപ്പാൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും അള്ളാഹുവെ മഗ്ഫിറത്ത് കൊടുക്കണമേ റബ്ബേ. അള്ളാഹുവെ ആ മോനെയും ആ കുടുംബത്തെയും ആ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ആ സാലിഹ്യങ്ങളായ അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാന്മാരാണ് ഉപ്പയും ഉമ്മയും. അവർക്ക് നീ മഗ്ഫിറത്ത് കൊടുത്ത് ദറജയേറ്റി കൊടുത്ത് സന്തോഷത്തോടെ അവരെ കൂടെ കൂട്ടിക്കൊടുക്കണമേ റബ്ബേ. സന്തോഷത്തോടെ അവരെ കൂടെ കൂട്ടിക്കൊടുക്കണമേ റബ്ബേ. ആമീൻ ആമീൻ. മറ്റൊരു തങ്ങൾ, മറ്റൊരു സയ്യിദ് പാണക്കാടുള്ള മറ്റൊരു സയ്യിദ് കുടുംബത്തിലെ തൻ്റെ ഭാര്യ മക്കൾ അങ്ങനെ 5 ആൾക്ക് വേണ്ടി 500 ഉറുപ്പിക ഇംദാദിൻ്റെ പൈസ തന്നിട്ടുണ്ട്. ഒരു പെരുന്നാപ്പണം ദാറുൽ ഖുർആനിലേക്ക് എല്ലാവരും മുവസ്സിദ് കാവഞ്ഞൂർ വീട്ടിലുള്ള 5 ആൾക്ക് വേണ്ടി 500 ഉറുപ്പിക. അപ്പം എല്ലാവരും ഒരാൾക്കൊരു 100 ഉറുപ്പിക, വീട്ടിൽ 10 ആളുണ്ടെങ്കിൽ 1000 ഉറുപ്പിക, എല്ലാവരും ഒരാൾക്കൊരു 100 ഉറുപ്പിക. ഒരു പെരുന്നാപ്പണം ദാറുൽ ഖുർആനിലേക്ക് ഖുർആൻ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന അവരൊക്കെ അഹ്ലു സുന്നയുടെ നെടുനായകന്മാരായി വളർന്നു വരും. നിങ്ങൾ പേടിക്കണ്ട. ദാറുൽ ഖുർആനിലെ കുട്ടികളോ ഇവിടെ അടുത്ത തലമുറയിൽ ദീൻ നടത്തും. അവർ എല്ലാവർക്കും പ്രശ്നമായിരിക്കും. ഇവിടെ അങ്ങനെയൊന്നും ഇതൊക്കെ ചേരുമ്പടി ചേർക്കാനൊന്നും ആരും വിചാരിക്കണ്ട. അതൊന്നും നടക്കൂല ഇൻഷാ അള്ളാഹ്. ഇവിടെ അഹ്ലു സുന്ന ഹക്കായ മാർഗത്തിൽ മുന്നോട്ട് പോകും. അള്ളാഹു സുബ്ഹാനഹു മുബശ്ശിറിൻ്റെ പൈസ ഇംദാദിൻ്റെ പൈസയല്ലേ ഇത്? മരിച്ച പെങ്ങളടക്കം 1300 ഉറുപ്പ്യ സാദിഖിൻ്റെ വക. മാഷാ അല്ലാഹ്. അസ്സലാമക്ക് 600 ഉറുപ്പ്യ. എല്ലാം അള്ളാഹു തആല സ്വീകരിക്കണമേ റബ്ബേ. നിങ്ങൾ ഗൂഗിൾ പേ ചെയ്താൽ മതി. ദാറുൽ ഖുർആനിൽ ഒരാൾക്കൊരു 100 ഉറുപ്പ്യ എന്ന നിലക്ക് എല്ലാവരും നിങ്ങളെ കുടുംബത്തിനോടൊക്കെ നിങ്ങൾ കുടുംബത്തിൽ കുടുംബം ബന്ധം അവരൊക്കെ പ്രേരിപ്പിക്കുക. എല്ലാവരും ഇംദാദ് പെരുന്നാപ്പണം ദാറുൽ ഖുർആനിലേക്ക് ഉമ്മാൻ്റെ അടക്കം 500 ഉറുപ്പ്യ. അഷ്റഫ് ഉസ്താദ്
അദ്ദേഹത്തെ അത് ഉപ്പ നല്ല മനുഷ്യനായിരുന്നു, രാജാവിനെ പോലെ ജീവിച്ച നല്ല മനുഷ്യനെ. അള്ളാഹു തആല ഉപ്പാക്ക് മഗ്ഫിറത്ത് കൊടുക്കണമേ റബ്ബേ, മർഹമത്ത് നൽകണമേ റബ്ബേ. 11 ആൾ പരിയിലുള്ള 11 ആൾക്ക് വേണ്ടി 1100 റുപ്യ. ഖുർആൻ്റെ ഒരു വലിയ സംഭാവനയാണിത്. ബഹുമാനപ്പെട്ട മലപ്പുറത്തെ മറ്റൊരു സയ്യിദ്, ഒരു പ്രധാനപ്പെട്ട സയ്യിദ് ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അവരെല്ലാ പ്രയാസവും അല്ലാഹുവേ നീക്കി കൊടുക്കണമേ റബ്ബേ. ഒരു സയ്യിദ്, ഒരു ഖലീസായ ശിഹാബ് കുടുംബത്തിൽപ്പെട്ട ഒരു സയ്യിദ് ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനിയായ ഒരു സയ്യിദാണ്. അല്ലാഹുവേ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രയാസം നീക്കി കൊടുക്കണമേ റബ്ബേ. കുടുംബത്തിൽ ഖൈർ കൊടുക്കണമേ റബ്ബേ. മക്കൾക്ക് ആഫിയത്തും ഖൈറും റഹ്മത്തും നൽകണമേ റബ്ബേ. കുടുംബത്തിന് വലിയ ഐശ്വര്യം കൊടുക്കണമേ റബ്ബേ. 7 ആൾക്ക് 700 റുപ്യ. അൽഹംദുലില്ലാ. ദിംദാദിൻ്റെ പൈസ 500 റുപ്യ. അൽഹംദുലില്ലാ. ബാക്കിയൊക്കെ നിങ്ങളെ സൗകര്യം പോലെ ചെയ്താൽ മതി. അത് നിങ്ങൾ നിയത്ത് ചെയ്യണം. അത് പെരുന്നാൾ കഴിഞ്ഞാലും എന്താണെങ്കിലും ദാറുൽ ഖുർആനിൽ ഒരാൾക്ക് ദാറുൽ ഖുർആനൊക്കെ നമ്മളെ വാക്കാം, ഫിത്ർ സക്കാത്തൊക്കെ കൊടുക്കണമല്ലേ എന്നതുപോലെ ദാറുൽ ഖുർആനിലെ ഖുർആൻ്റെ ഈ സ്ഥാപനം ഇതൊരു വല്ലാത്ത സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തെ ഈ ഭൂമി വഖഫ് ചെയ്ത ആളുകൾക്ക് പ്രത്യേക റഹ്മത്ത് കൊടുക്കണമേ റബ്ബേ. അവരിൽ മരിച്ചവർക്ക് മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ. അവർക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തിനെ കൊടുക്കണമേ റബ്ബേ. ആ കുടുംബത്തിന് പ്രത്യേക റഹ്മത്ത് ചെയ്യണമേ റബ്ബേ. അവർക്ക് പ്രത്യേക ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. അവരെ ധനത്തിലും മക്കളിലും മറ്റെല്ലാ കാര്യത്തിലും അവർക്ക് പ്രത്യേക ഖൈർ കൊടുക്കണമേ റബ്ബേ. വീട്ടിൽ 8 ആളുകൾ 800 റുപ്യ. ബിസ്മില്ലാ. അൽഹംദുലില്ലാ. ഗൂഗിൾ പേ നമ്പർ ഇവിടെ ഉണ്ട്. എവിടെ അഷ്റഫ് എവിടെ? ഗൂഗിൾ പേ നമ്പർ ഒന്ന് കൊടുക്കണേ. ഒക്കെ പുറത്തുണ്ട്. എൻ്റെ ഇതടിച്ചാൽ തന്നെ കിട്ടും. എല്ലാവരും ഇൻഷാ അല്ലാഹ്. ഇനി ഒരു നമ്പർ പോയിട്ടില്ലെങ്കിൽ മറ്റേ നമ്പർ ഒക്കെ കൊണ്ട് പല നമ്പറുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ വിട്ടുകൊണ്ടേയിരിക്കും. മുറാദ് ഹാസിലാകാൻ വിഷമം തീരാൻ 500 റുപ്യ. ആ മുറാദ് ഹാസിലാക്കി കൊടുക്കുകയും വിഷമം തീർത്തു കൊടുക്കുകയും ചെയ്യണം റബ്ബേ. ആ തേനിൻ്റെ കുപ്പിൻ്റെ മേലുണ്ട്, പലതിലുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളുണ്ട്, എൻ്റെ മൊബൈലുണ്ടാക്കിയപ്പോൾ ഞാൻ അയച്ചില്ല. മക്കൾ സാലിഹാകാൻ നാഫിയ ഇൽമി ലഭിക്കാൻ 7 ആൾക്കുള്ള പൈസ 800 റുപ്യ. 5 ആക്കുള്ള 500 റുപ്യ. 5 ആക്കുള്ള 500 റുപ്യ. 4 ആക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹിഫ്ളിന് പഠിക്കുന്ന മോള് അല്ലേ? ആയിക്കോട്ടെ. അല്ലാഹു തആല നല്ല കുട്ടിയായി ഉഷാറാക്കി കൊടുക്കട്ടെ. നല്ല ഹിഫ്ള് നല്ല പോലെ പഠിച്ച് നല്ല ഹാഫിളത്തായ നല്ല മോളാക്കി കൊടുക്കട്ടെ. മക്കൾ സ്വാലിഹീങ്ങളാകാൻ നാഫിയ ഇൽമി ലഭിക്കാൻ 313 രൂപ. അടുത്ത കൊല്ലം ഹജ്ജിന് കിട്ടാൻ വേണ്ടി പെരിൽ 6 ആക്ക് വേണ്ടി, പെരിൽ ആക്കറാക്ക് വേണ്ടി എൻ്റെ ഭാര്യയുടെ കാക്കയാണ് 600 റുപ്യ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. 5 ആക്ക് വേണ്ടി. അൽഹംദുലില്ലാ. മക്കൾക്ക് നാഫിയ ഇൽമിനെ കൊടുക്കണമേ റബ്ബേ. മക്കളെ സ്വാലിഹാക്കി കൊടുക്കണം. റബ്ബിൻ്റെ പൊരുത്തത്തിലാവാൻ കടം വീടാനും 313 രൂപ. റബ്ബിൻ്റെ പൊരുത്തത്തിലാക്കി കൊടുക്കണമേ റബ്ബേ. കടം വീട്ടി കൊടുക്കണമേ റബ്ബേ. എൻ്റെ മകൻ ഈ ക്ലാസ്സിൽ വരാൻ മനസ്സ് വരാൻ മുറാദ് ഹാസില 100 രൂപ. അല്ലാഹ് മകന് ക്ലാസ്സിൽ വരാൻ തൗഫീഖ് കൊടുക്കണമേ റബ്ബേ. നല്ല മനസ്സ് കൊടുക്കണമേ റബ്ബേ. മാതാപിതാക്കൾക്ക് മക്കൾ സ്വാലിഹ ആവാനും 1000 രൂപ. മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് കൊടുക്കണമേ റബ്ബേ. മക്കളെ സ്വാലിഹാക്കി കൊടുക്കണമേ റബ്ബേ. ഹലാലായ മുറാദുകൾ ഹാസിലാക്കാൻ 500 രൂപ. ഹലാലായ മുറാദ് ഹാസിലാക്കി കൊടുക്കണമേ റബ്ബേ. ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കാൻ 100 രൂപ. ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി കൊടുക്കണമേ റബ്ബേ. ഖൈറായ ജോലി കിട്ടാനും വീട്ടിൽ ദീനീ ജീവിതം കിട്ടാനും അതെല്ലാം നീ ആ വീട്ടിൽ ഖൈറാക്കി കൊടുക്കണമേ റബ്ബേ. മാതാപിതാക്കളുടെ മഗ്ഫിറത്തിന് വേണ്ടിയും ഒരാൺകുഞ്ഞുണ്ടാകാനും 313 രൂപ. മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് കൊടുക്കണമേ റബ്ബേ. അവർക്ക് സാലിഹായ കുഞ്ഞുമോനെ കൊടുക്കണമേ റബ്ബേ. മുറാദ് ഹാസിലാക്കാൻ 500 രൂപ. മുറാദ് ഹാസിലാക്കി കൊടുക്കണമേ റബ്ബേ. ദുആ ചെയ്യാൻ എല്ലാ ഖൈറിൻ്റെ വാതിലും തുറന്നു കൊടുക്കണമേ റബ്ബേ. മകളുടെ പ്രസവം എളുപ്പമാകാൻ മുറാദ് ഹാസിലാക്കാൻ 1500 രൂപ. അവരെ മകളെ പ്രസവം എളുപ്പമാക്കി കൊടുക്കണമേ റബ്ബേ. മകളുടെ പ്രസവം എളുപ്പമാക്കി കൊടുക്കുകയും മുറാദ് ഹാസിലാക്കി കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. മനസ്സിലുള്ള പ്രത്യേക കാര്യം നിറവേറാനും മരിച്ച ഭാര്യ പിതാവിൻ്റെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യാനും ഒരാൾ 5000 രൂപ. മനസ്സിൽ പ്രത്യേക കാര്യം അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട നിയമപരമായ സകല തടസ്സങ്ങളും നീക്കി കൊടുക്കണമേ റബ്ബേ. 5000 രൂപ. വളരെ നിയമപരമായ കാര്യങ്ങളൊക്കെ നടക്കാം. പിന്നെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ലേ, ഒക്കെ ലീഗലി കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതൊക്കെ ഉദ്യോഗസ്ഥന്മാരിത് ഒപ്പിട്ടിട്ട് കിട്ടാനുള്ള നേരം വയ്ക്കും. അതൊക്കെ നീക്കി കൊടുത്ത് എളുപ്പമാക്കി കൊടുക്കണമേ റബ്ബേ. എല്ലാം അദ്ദേഹത്തിന് എളുപ്പമാക്കി കൊടുക്കണമേ റബ്ബേ. അതൊക്കെ സന്തോഷിച്ച് അതിങ്ങനെ വിളഞ്ഞു കിട്ടുന്നത് കാണാൻ ഞങ്ങൾക്കും നീ തൗഫീഖ് തരണമേ റബ്ബേ. എല്ലാ തടസ്സവും നീക്കണമേ.
അൻവറിൻ്റെ എല്ലാ പ്രയാസങ്ങളും ഏർപ്പാടിലും മറ്റൊക്കെ എല്ലാ തടസ്സവും നീക്കി കൊടുക്കണമേ റബ്ബേ. ഉപ്പാക്ക് ശിഫ നൽകണമേ റബ്ബേ. ഭാര്യ പിതാവിന് മൗഫറത്ത് കൊടുക്കണമേ റബ്ബേ. മകൻ്റെ അസുഖം മാറാൻ സഹോദരി 2000 രൂപ മകൻ്റെ അസുഖം ശിഫയാക്കി കൊടുക്കണമേ റബ്ബേ. മകൻ്റെ ശ്വാസസംബന്ധമായ പ്രയാസം മാറിക്കിട്ടാൻ 2000 രൂപ താനൂരിലെ ഒരു കുടുംബം മകൻ്റെ ശ്വാസ സംബന്ധമായ എല്ലാ പ്രയാസവും നീക്കി കൊടുക്കണമേ റബ്ബേ. മകളെ വിവാഹം കടം കൂടാതെ കഴിയാനും മകന് കൈറായ ജോലി കിട്ടാനും 600 രൂപ അല്ലാ ആ പ്രയാസങ്ങളൊക്കെ നീക്കി മകളെ വിവാഹം കടം കൂടാതെ പൂർത്തിയാക്കി കൊടുക്കണമേ റബ്ബേ. മകന് കൈറായ ജോലി കൊടുക്കണമേ റബ്ബേ. ഏപ്രിൽ 9 എക്സാം ഉണ്ട്, വിജയിക്കാൻ അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കണമേ റബ്ബേ. ഖൈർ പോലെ വിജയിപ്പിച്ചു കൊടുക്കണമേ റബ്ബേ. മുറാദ് ഹാസിലാക്കാൻ കച്ചവടത്തിൽ ഖൈറും ബറക്കത്തിന് വേണ്ടിയും 500 രൂപ അള്ളാഹു മുറാദ് ഹാസിലാക്കി കൊടുക്കണമേ റബ്ബേ. കച്ചവടത്തിൽ ഖൈറും ബറക്കത്തും കൊടുക്കണമേ റബ്ബേ. സഹോദരൻ്റെ ഭാര്യയുടെ കൈവേദന മാറാനും ഹലാലായ മുറാദ് നടക്കാനും 1025 രൂപ അള്ളാഹ് അതെല്ലാം നടത്തി കൊടുക്കണമേ റബ്ബേ. സഹോദരൻ്റെ ഭാര്യയുടെ കൈവേദന ശിഫയാക്കി കൊടുക്കണമേ റബ്ബേ. ഹലാലായ മുറാദ് ഹാസിലാക്കി കൊടുക്കണമേ റബ്ബേ. ശാരീരിക മാനസിക പ്രയാസങ്ങൾ മാറാൻ 13000 രൂപ പ്രത്യേകം ദുആ ചെയ്യാൻ ശാരീരികവും മാനസികവുമായ സകല പ്രയാസവും നീക്കി കൊടുക്കണമേ റബ്ബേ. സകല പ്രയാസവും നീക്കി കൊടുക്കണമേ റബ്ബേ. കുട്ടികളെ ഏറ്റെടുത്ത വകയിലേക്ക് ഉമ്മ 5000 ഉൾപ്പെടെ 15000 രൂപ സംഭാവന മരണപ്പെട്ട ഉപ്പാക്കും പ്രത്യേകം ദുആ ചെയ്യാൻ അല്ലാഹുവേ അതെല്ലാം നീ സാധിപ്പിക്കണമേ റബ്ബേ. മരണപ്പെട്ട ഉപ്പാക്ക് മൗഫറത്ത് കൊടുക്കണമേ റബ്ബേ. മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും നോമ്പ് 29 മരണപ്പെട്ട ഉപ്പ ദുആ ചെയ്യാൻ നോമ്പ് തുറയിലേക്ക് 5000 രൂപ മലപ്പുറത്തുനിന്നൊരു സഹോദരി അല്ലാഹുവേ ഉപ്പാക്ക് മൗഫറത്ത് കൊടുക്കണമേ റബ്ബേ. ഉപ്പ അബ്ദുൽ അസീസ് എന്നവർക്ക് പ്രത്യേക മൗഫറത്ത് കൊടുക്കണമേ റബ്ബേ. മരണപ്പെട്ട ആളുകൾക്ക് എല്ലാം മൗഫറത്ത് കൊടുക്കണമേ റബ്ബേ. ആമീൻ. അബൂബക്കർ അടച്ചേരിയിൽ 7500 രൂപ കടയിൽ പണിക്കാർ നിന്ന് കിട്ടാനും ബുദ്ധിമുട്ടുകൾ മാറാനും ദുആ ചെയ്യാൻ കടയിൽ പണിക്കാർ നിന്ന് കിട്ടണമേ റബ്ബേ. ആ കട ഭംഗിയായി നടത്തിക്കൊണ്ടാണ് അത് എളുപ്പമാക്കി കൊടുക്കണമേ റബ്ബേ. 1550 വേറെ സംഭാവന മകളുടെ കുട്ടി ബുദ്ധി കുറവ് ശരിപ്പെടാൻ ആ ബുദ്ധി കുറവ് നീക്കി കൊടുക്കണമേ റബ്ബേ. നല്ല കൂർമ്മമായ ബുദ്ധി കൊടുക്കണമേ റബ്ബേ. ദുആയിൽ ഉൾപ്പെടുത്താൻ ഒരു സഹോദരൻ 1000 രൂപ അല്ലാഹുവേ എല്ലാ പ്രയാസവും നീക്കി കൊടുക്കണമേ റബ്ബേ. ഒരു സഹോദരി 4000 രൂപ സംഭാവന ചെറിയ പരിക്ക് ശിഫയാകാനും മകളുടെ വീടിൻ്റെ കടം തീരാനും വാഫിക്ക് പഠിച്ച മകൻ നല്ല ജോലിയിലാവാനും മരണപ്പെട്ടവർക്കും വേണ്ടി 4000 രൂപ അതെല്ലാം നടത്തി കൊടുക്കണമേ റബ്ബേ. എല്ലാം ഖൈറാക്കി കൊടുക്കണമേ റബ്ബേ. എല്ലാം റാഹത്തിലും റഹ്മത്തിലും ആക്കി കൊടുക്കണമേ റബ്ബേ. പ്രത്യേകം ദുആ ചെയ്യാൻ സഹോദരൻ ബോക്സിൽ 2000 രൂപ അല്ലാഹു എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കി കൊടുക്കണമേ റബ്ബേ. പ്രയാസങ്ങൾ മാറാൻ ഷാൻ തൊടുപുഴ 4 സ്ക്വയർ ഫീറ്റിനുള്ള 3400 രൂപ തന്നു. അല്ലാഹു എല്ലാ പ്രയാസവും നീക്കി കൊടുക്കണമേ റബ്ബേ. ഹലാലായ മുറാദ് ഹാസിലാകാൻ വേണ്ടി എറണാകുളത്തെ ഒരു സഹോദരി 18500 രൂപ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണമേ റബ്ബേ. ഹലാലായ മുറാദ് ഹാസിലാക്കി കൊടുക്കണമേ റബ്ബേ. ഉമ്മയുടെ അസുഖങ്ങൾ മാറാനും കിട്ടാനുള്ള പണം തിരിച്ചു കിട്ടാനും മുറാദ് ഹാസിലാകാനും 313 രൂപ എല്ലാ കാര്യവും റാഹത്താക്കി കൊടുക്കണമേ റബ്ബേ. കിട്ടാനുള്ള പണം തിരിച്ചു കിട്ടാൻ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. അസുഖങ്ങൾ ഷിഫയാക്കാൻ ആലുവായിലെ സഹോദരി 313 രൂപ ഷിഫ നൽകണമേ റബ്ബേ. ഖൈറായ എല്ലാ കാര്യങ്ങളും റാഹത്തായി നടക്കാൻ സഹോദരി 600 രൂപ എല്ലാ കാര്യവും ഖൈറായി റാഹത്താക്കി നടത്തി കൊടുക്കണമേ റബ്ബേ. മക്കളെ ജോലിയിൽ ഖൈറും ബർക്കത്തും ഉണ്ടാവാൻ കിട്ടാനുള്ള ശമ്പളം കിട്ടാൻ 500 രൂപ എല്ലാം നീ റാഹത്താക്കി കൊടുക്കണമേ റബ്ബേ. ഹലാലായ ഉദ്ദേശം പൂർത്തിയാവാനും കൊണ്ടോട്ടി 2313 രൂപ അല്ലാഹുവേ അല്ലാഹുവേ റബ്ബേ. ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാവാനും ആവാൻ വേണ്ടി കൊണ്ടോട്ടിയുടെ സഹോദരി ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കണമേ റബ്ബേ. ദുആ ചെയ്യാൻ പേരാമ്പ്രയിലെ സഹോദരി 250 രൂപ ഹലാലായ ഉദ്ദേശങ്ങളെ സാധിപ്പിക്കണമേ റബ്ബേ. ശാരീരിക മാനസിക പ്രയാസങ്ങൾ മാവാൻ 13000 രൂപ അല്ലാഹു എല്ലാ മാനസിക പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കും, ശാരീരികവും ഒക്കെ നീക്കി കൊടുക്കണം റബ്ബേ. 10 കൊല്ലമായി കുട്ടികളില്ല, സ്വാലിഹീങ്ങളായ കുട്ടികളുണ്ടാ 313 രൂപ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണമേ അല്ലാഹ്. ജോലി ആവശ്യാർത്ഥം ഗൾഫിൽ പോവാണ്, മാസാന്തം ദാറുൽ ഖുർആനിലേക്ക് സംഭാവന ചെയ്യാൻ സാധിക്കാൻ ദുആ ചെയ്യാൻ റാഷിദ് ദാരിമി 500 രൂപ അല്ലാഹ് ഖൈറായ ജോലി കൊടുത്ത് റാഹത്താക്കി കൊടുക്കണമേ റബ്ബേ. എല്ലാം റാഹത്താക്കി കൊടുക്കണമേ റബ്ബേ. എല്ലാം സന്തോഷമാക്കണം കൊടുക്കണമേ റബ്ബേ. എല്ലാ റാഹത്തും റഹ്മത്തും തുറന്ന് കൊടുക്കണമേ റബ്ബേ. അല്ലാഹ് ദുആ ചെയ്യാണ് എല്ലാവർക്കും വേണ്ടി. ബേജാറാവണ്ട ട്ടാ, ഇതൊരു ഇബാദത്താണ്. മനുഷ്യന്മാർക്ക് ആമീൻ പറയാം. മകന് കല്യാണം നിങ്ങളൊക്കെ പോലെ തന്നെ ഇരുന്നു. എനിക്കും ഇന്നലെ 25 തന്നെയാണ്.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ബാക്കി ഞാൻ അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയുള്ള സേവനങ്ങളാണ്. അള്ളാഹു അത് നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയാൽ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ നിൽക്കുന്നത്. കാല് നിലത്തുറക്കണില്ല. 313 രൂപ. അള്ളാഹുവേ അവർക്കൊക്കെ നീ ഖൈർ കൊടുക്കണമേ റബ്ബേ. ഗൂഗിൾ പേ ചെയ്യാൻ 100 രൂപ, ദുആ ചെയ്യാൻ 526 രൂപ, മകന് ദുആ ചെയ്യാൻ സൗദി 101 രൂപ. എല്ലാം റാഹത്താക്കി കൊടുക്കണമേ റബ്ബേ, എല്ലാം റാഹത്താക്കി കൊടുക്കണം. മകന് കല്യാണക്കാര്യം ശരിയാകാൻ വേണ്ടി ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യാൻ 500 രൂപ നല്ലൊരു പെൺകുട്ടിയെ കൊടുക്കണമേ റബ്ബേ. എല്ലാം റാഹത്താക്കണമേ റബ്ബേ. അസുഖം ഷിഫയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ ഷിഫയാക്കി കൊടുക്കണം റബ്ബേ. മകൻ്റെ ജോലി കാര്യത്തിന് വേണ്ടി 500 രൂപ, വീട് ശരിയാകാൻ വേണ്ടി ഒക്കെ നീ റാഹത്താക്കി കൊടുക്കണമേ അല്ലാഹ്. ഹജ്ജിന് പോകുന്നവർക്ക് പ്രത്യേകം ദുആ ചെയ്യാൻ എൻ്റെ ഭാര്യയും ഭാര്യയുടെ ഉപ്പയും അടക്കം, ഭാര്യയുടെ ഉമ്മയും 3 ആക്കി കിട്ടിയിരുന്നു. നിങ്ങൾക്കറിയുന്നത് പോലെ ഉമ്മ മരിച്ചുപോയി. അല്ലാഹ് മഗ്ഫിറത്ത് കൊടുക്കണം റബ്ബേ. ഒന്നാമത്തെ ഗഡു പൈസ അടച്ച ഉടനെ ഉമ്മ മരിച്ചുപോയി. പിന്നെ ഇപ്പോൾ ഭാര്യയും ഭാര്യയുടെ ഉപ്പയും കൂടെ ഹജ്ജിന് പോവാണ്. ഉപ്പാടെ വലത്തെ കാലിൻ്റെ 5 വിരലും മുറിച്ചിട്ടുണ്ട്. അവർക്ക് ഷിഫയോടുകൂടി റാഹത്തായി അറഫയിൽ നിൽക്കാനും മുസ്ദലിഫയിലും മിനയിലും പോകാനും തൗഫീഖ് കൊടുക്കണമേ റബ്ബേ. പ്രയാസമില്ലാതെ റാഹത്തായ ഹജ്ജ് കൊടുക്കണമേ റബ്ബേ, റാഹത്തായ ഹജ്ജ് കൊടുക്കണമേ റബ്ബേ. ഹജ്ജിന് എല്ലാവർക്കും വേണ്ടി തേൻ വാങ്ങി 500 രൂപ അടക്കം അല്ലാഹു ആ ഹജ്ജിന് പോകുന്നവർക്കും ഖൈർ കൊടുക്കണമേ റബ്ബേ. ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് പോകുന്നവർക്കും ഖൈറും റഹ്മത്തും പ്രയാസരഹിതമാക്കി കൊടുക്കണമേ അല്ലാഹ്. ഉപ്പാക്കുമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ 300 രൂപ. അല്ലാഹുവേ പ്രയാസങ്ങളൊക്കെ നീക്കി ഖൈറിൻ്റെയും റഹ്മത്തിൻ്റെയും വാതിൽ അവർക്ക് തുറന്നു കൊടുക്കണം. ഉപ്പാക്ക് മഗ്ഫിറത്ത് ചെയ്യണമേ റബ്ബേ. ഉപ്പാൻ്റെ ഖബർ ജീവിതം ഖൈറാകാൻ വേണ്ടി അനിയത്തിയുടെ വയറുവേദന, ആക്സിഡൻറ്റിൽ ഏട്ടത്തിൽ കുട്ടിയുടെ അസുഖം, ആക്സിഡൻ്റായ ഏട്ടത്തിലെ കുട്ടിയുടെ അസുഖം ഷിഫയാക്കി കൊടുക്കണമേ റബ്ബേ. അഞ്ചത്തിയുടെ വയറുവേദന ഷിഫയാക്കി കൊടുക്കണം റബ്ബേ. ഉപ്പാൻ്റെ ഖബർ ജീവിതം ഭംഗിയാക്കി കൊടുക്കണമേ. 500 രൂപ നീ മഗ്ഫിറത്ത് ചെയ്യണമേ, ഉപ്പാക്ക് മഗ്ഫിറത്ത് ചെയ്യണമേ റബ്ബേ. മക്കൾ സാലിയാകാൻ വേണ്ടി 100 രൂപ. അല്ലാഹ് മക്കൾ സാലിയാകാൻ വേണ്ടിയുള്ള ഒരു ദുആ ഉണ്ടെങ്കിൽ ഞാൻ 10,000 രൂപ കൊടുക്കും, 1,00,000 രൂപയും കൊടുക്കും. ഇന്ന് സാലിയാ കിട്ടിയാൽ മതി. അള്ളാഹു സാലിയ അല്ല എന്നല്ല, ഒന്നും അറിയില്ല എവിടേക്കാ എത്തണമെന്ന്. അള്ളാഹു നന്നാക്കി തരട്ടെ. അവരെ കുട്ടികളെ അള്ളാഹു നന്നാക്കട്ടെ, നമ്മളെ കുട്ടികൾ നന്നാക്കട്ടെ. 100 രൂപ തന്നാലും ഇല്ലെങ്കിലും മക്കൾ നന്നാകാൻ എല്ലാവരും ദ്വാർക്കണം. മക്കൾ എവിടെ എത്തുന്നു അള്ളാഹു ആയാലും ഒക്കെ നന്നാക്കി തരണമേ റബ്ബേ. ഞങ്ങൾ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. സ്കൂൾക്ക് വിട്ടാൽ നാശമായി, വിട്ടിട്ടില്ലെങ്കിൽ നാശമായി. മദ്രസയ്ക്ക് വിട്ടാൽ നാശമായി, വിട്ടിട്ടില്ലെങ്കിൽ നാശമായി. പഠിച്ചവനെ നന്നാക്കി കൊടുക്കണമേ റബ്ബേ, നന്നാക്കി കൊടുക്കണമേ റബ്ബേ. വല്ലതും പറയാനുണ്ടോ? 7 ആൾക്ക് വേണ്ടി 700 രൂപ. മസ്കറ്റിൽ നിന്ന് 7 ആൾക്ക് വേണ്ടി 700 രൂപ. അദ്ദേഹം നമ്മളെ സ്റ്റുഡിയോയിൽ ലൈറ്റ് വെച്ച് തന്ന ആളാണ്. അദ്ദേഹത്തിന് ഇംദാദിയിലേക്ക് എത്ര 700 രൂപ. 7 ആളെ പൈസ ഒക്കെ നീ സ്വീകരിക്കണമേ റബ്ബേ. ഇതാ ദുആ ചെയ്യാൻ ബേജാറാവണ്ടട്ടാ. ഇതൊക്കെ ഇബാദത്തിൽ നല്ല മക്കളാക്കട്ടെ, നല്ല മക്കളാക്കട്ടെ. എല്ലാ മക്കളും ഒക്കെ നമ്മളെ കുട്ടികളാണ്. എല്ലാ കുട്ടിയും നമ്മളെ കുട്ടികളാണ്. ഒന്ന് പേച്ച നമ്മളെ സമുദായം നാശമായി, ഒന്ന് ചേകനൂരായ ഒക്കെ നാശമായി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്ന് ശംസുലുലമയ സമുദായം നന്നായി, ഒന്ന് കണ്യത്തായ സമുദായം നന്നായി, ഒന്ന് ബാപ്പക്ക് തങ്ങളായ സമുദായം നന്നായി, ഒന്ന് ചേനകനൂരായ സമുദായം നാശമായി. അപ്പോൾ ഒക്കെ എല്ലാ കുട്ടികളും നേർക്കണം. ഒന്ന് നാശായ നമ്മളെ സമുദായം നശിച്ചു, ഒന്ന് നന്നായ അതിൻ്റെ ലാഭം നമുക്കുണ്ട്. അല്ലാഹു എല്ലാ കുട്ടികളും നന്നാക്കി തരണം. എല്ലാ കുട്ടിയും നമ്മളെ കുട്ടിയാണ്, ഒക്കെ നമ്മളെ കുട്ടിയാണ്. നമ്മളെ കുട്ടിയല്ലാത്തൊരു കുട്ടിയനല്ല, ഒക്കെ നമ്മളെ കുട്ടികളാണ്, ഒക്കെ നമ്മളെ കുട്ടികളാണ്. എല്ലാ മക്കളെയും നന്നാക്കണം റബ്ബേ. ജാതി മതം അതിനില്ല. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുഞ്ഞും സത്യമായ മതത്തിൻ്റെ മേൽ ജനിക്കുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ. ഏത് ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ല. എല്ലാ കുഞ്ഞുമക്കളെയും അല്ലാഹു നന്നാക്കണമേ റബ്ബേ. എല്ലാ കുഞ്ഞുമക്കളെയും നന്നാക്കണമേ റബ്ബേ. എല്ലാ കുഞ്ഞുമക്കളെയും നന്നാക്കണമേ റബ്ബേ. എല്ലാവർക്കും ഖൈർ തരണമേ റബ്ബേ. കയ്യിനി പൊക്കി പിടിച്ചാളി. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. എല്ലാവരും ഈ ദാറുൽ ഖുർആന് വേണ്ടിയും ഈ സമരം ഇവിടെ നിലനിൽക്കാൻ ഇതൊരു സമരമാണ്. ദാറുൽ ഖുർആനിൽ നിന്ന് ഈ നടക്കുന്നത് ഒരു സമരമാണ്. നാട്ടിലെ നന്മ നിലനിൽക്കാൻ വേണ്ടി എന്ത് ചീത്ത കേൾക്കാനും ഞാൻ തയ്യാറാണ്. സമുദായ നന്മ മാത്രമേ ലക്ഷ്യമുള്ളൂ എന്ന് അത് അള്ളാഹ്ക്കറിയും. ബാക്കിയുള്ളവർ അറിയേണ്ട ആവശ്യം തന്നെ ഇല്ല. സമുദായം നന്നായി പോകണം. അല്ലാഹു തൗഫീഖ് തരണമേ. ഇതൊരു സമരമാണ്, ഇതൊരു സമരവേദിയാണ്, ഇതൊരു സമരമാണ്. ഇവിടുന്ന് ചെയ്താത്ത സമരം ഇപ്പം ഈ നാട്ടിലില്ല. എല്ലാം 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 എന്തൊക്കെ നന്മ നാട്ടിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലടക്കം നടന്നിട്ടുണ്ടോ അതെല്ലാം ഇവിടുന്ന് നടത്തിയ സമരത്തിൻ്റെ ഭാഗമല്ലാത്ത ഒരിഞ്ചില്ല, ഒരാളെ കയ്യിലുമില്ല.
ഇപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം പോലും ഇവിടുന്നാണ് തുടങ്ങിയത്. അത് നിങ്ങൾക്കൊക്കെ അറിയാം. ഒന്നിനു വേണ്ടിയില്ല, നമ്മളാളാകാനല്ല, ദീൻ നന്നായി പോകണം. അള്ളാഹു തൗഫീഖ് തയ്ച്ചണം. ആലിമീങ്ങൾ മഹാനായ സയ്യിദുനാ മുആവിയ റളിയല്ലാഹു ആക്ഷേപിക്കുന്നവർക്കെതിരെ ഇന്നലെ നമ്മളൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ മനുഷ്യന്മാരും സ്വഹാബികളെ ചീത്ത മറിയാൻ വരെ ഇന്ന് മലബാറിലെ മാപ്പിളാർക്ക് മടിയില്ല. പഠിച്ചവനെ എന്താ മരിച്ചു പോകണഞ്ഞ് നല്ലത്. അള്ളാഹുവെ കാത്തു രക്ഷിക്കണമേ റബ്ബ്. എവിടേക്കാണ്? അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ കുട്ടികൾ എവിടെത്തുന്ന അറിയില്ല. കാരണം സ്വഹാബികളെ ചീത്ത പറയാൻ മടിയില്ല. സ്വഹാബിനെ ചീത്ത പറഞ്ഞതിൻ്റെ അവസ്ഥ കവറല്ലേ ഒന്ന്. എന്താ മനുഷ്യന് പേടിയില്ലാത്ത? ഒരു പേടിയില്ല. എവിടേക്കാണ് നമ്മളെ സമുദായം എത്തിയിട്ടുള്ളത്? ഇൻഷാ അല്ലാഹ് അവരൊന്നും നമ്മൾ വെറുതെ വിടൂല. നമ്മളോരൊന്നും വെറുതെ വിടൂല. നിങ്ങളാരും വിചാരിക്കേണ്ട വെറുതെ വിടൂല. ഇൻഷാ അല്ലാഹ് 11 ആൾക്കുള്ള 50 മക്കളും അൽഹംദുലില്ലാഹ്. അല്ലാഹ് ആ മക്കളൊക്കെ സാലിഹാക്കുകയും അമ്മാക്കും വാപ്പാക്കും 9 മക്കളും ഒരു വാപ്പയും 1100 റുപ്യ. അല്ലാഹ് എല്ലാവരും നന്നാക്കി കൊടുക്കണമേ റബ്ബേ. മക്കളെന്നാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇരുവേറ്റിയിലെ സമദ് ഉസ്താദ് വലിയ മുദരിസാണ്, വലിയ ആലിമാണ്. എൻ്റെ ഉസ്താദിൻ്റെ ശിഷ്യനാണ്. ബഹുമാനപ്പെട്ട എനിക്കോട് അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന എൻ്റെ ഉസ്താദ് ശിഷ്യനാണ്. സമദൂലിയർ നല്ല മനുഷ്യനാണ്, നല്ല ആലിമാണ്. കുട്ടികൾ സാലിയാകാൻ വേണ്ടി ഇംദാദിലേക്ക് വീട്ടിലുള്ള 10 വേണ്ടി 1000 റുപ്യ ഒക്കെ നീ സ്വീകരിക്കണമേ റബ്ബേ. എല്ലാവരും ലക്ഷ്യം കുട്ടി നന്നാകണം. കുട്ടികളെ നന്നാക്കി തരണമേ റബ്ബേ. കുട്ടികളെ നന്നാക്കണമേ റബ്ബേ. കുട്ടികളെ നന്നാക്കണമേ റബ്ബേ. കുട്ടികളെ നന്നാക്കണമേ റബ്ബേ. അല്ലാഹ് റബ്ബന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ് അല്ലാഹുമ്മ അരിനൽ ഹഖ وارزقنا اتباعه وارنا الباطل باطلا وارزقنا اجتنابه اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءنا اعداءك اعداء الدين وعلِ كلمتك الى يوم الدين اللهم شتت شملهم وفرق جمعهم وفل حدهم واقلل عددهم واجعل الدائرة عليهم اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. പടച്ചോനെ, പാവപ്പെട്ട ഫലസ്തീനിലെ മക്കളെ വേട്ടയാടുന്ന ആളുകളെ നിന്നെ ഏൽപ്പിക്കണം റബ്ബ്. ഞങ്ങൾ കൊടുത്താൽ അത് ചെറുതാണ്, നീ കൊടുത്തോളൊക്കെ അത് കാര്യമായ കൊടുത്തിയോ. പാവപ്പെട്ട മനുഷ്യന്മാർ റമളാനിൽ നോമ്പ് നോൽക്കുമ്പോഴാണ് അവരെ കൊല്ലാക്കൊല എത്ര ആയിരങ്ങളെയാണ് പിന്നെയും കൊന്നത്. വെടി നിർത്തിയിട്ട് അല്ലാ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണമേ റബ്ബേ. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമേ റബ്ബേ. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമേ റബ്ബേ. ചതിയന്മാർക്ക് തക്കതായ ശിക്ഷ നീ കൊടുക്കണമേ റബ്ബേ. ഫലസ്തീനിലെ പാവപ്പെട്ട മക്കളെ ചതിക്കുന്ന ചതിയന്മാർക്ക് അവരാരായാലും, അവർ മുസ്ലിമായാലും അമുസ്ലിമായാലും ആരും അവരെ ചതിച്ചിട്ടുണ്ട്. ആ ചതിക്ക് നീ തക്കതായ പരിഹാരം കൊടുക്കണമേ. ഞങ്ങൾ നീ രക്ഷപ്പെടുത്തി തരണമേ റബ്ബേ. ഞങ്ങൾ ഉമ്മാക്ക് പൊറുക്കണമേ റബ്ബേ. ഞങ്ങൾ ഉപ്പാക്ക് നീ പൊറുക്കണമേ റബ്ബേ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹാക്കണമേ റബ്ബേ. ഞങ്ങൾ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കണമേ റബ്ബേ. ഹജ്ജിന് പോകുന്ന ഹജ്ജ് മഖ്ബൂലായ മബ്റൂറായ ഹജ്ജാക്കണം റബ്ബേ. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പരിശുദ്ധ റൗളത്തു ശരീഫയിൽ ആ പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ വജൂ ശരീഫിൻ്റെ മുന്നിൽ വിനയാന്യതനായി തലതാഴ്ത്തി നിന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം തരണമേ റബ്ബ്. അല്ലാഹുവിൻ്റെ ഹബീബിന് വേണ്ടി ഇന്നലെ ഞങ്ങൾ ഓതിയ മൗലിദും സലാമും അവിടെ എത്തിക്കുകയും അല്ലാഹുവിൻ്റെ ഹബീബ് ഞങ്ങളിൽ സന്തോഷിക്കുകയും ചെയ്യണമേ റബ്ബ്. അല്ലാഹ്, ഞങ്ങൾ ഇന്നിവിടെ വെച്ച് പറഞ്ഞ സലാം ആർക്കെങ്കിലും ഇന്നലെ രാത്രി റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ അതുകൂടി പരിഹരിക്കാനാണ് ഈ മജ്ലിസിൽ സലാം പറഞ്ഞിട്ട്. അല്ലാഹുവിൻ്റെ ഹബീബിനാണ് ഇതെല്ലാം. അല്ലാഹുവിൻ്റെ ഹബീബിനാണ്, ഹബീബിൻ്റെ സന്തോഷമാണ് റമളാന്റെ സന്തോഷം. നീ തൗഫീഖ് ഞങ്ങൾ ഹബീബിൻ്റെ കൂടെയാക്കണമേ, ഹബീബിൻ്റെ കൂടെയാക്കണമേ റബ്ബേ. ഹബീബിൻ്റെ കൂടെയാക്കണമേ റബ്ബേ. ഹബീബായ റസൂലുള്ളാഹിയുടെ ശഫാഅത്തോട് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. ഹബീബായ റസൂലുള്ളാഹിയുടെ തൃക്കല്യാണത്തിൽ കൂടാൻ തൗഫീഖ് തരണം. അല്ലാഹ് മഖാമു മഹ്മൂദിലേക്ക് ഹബീബ് ഇങ്ങനെ ആരൂഢനാകുന്നത് കാണാനുള്ള തൗഫീഖ് നൽകണമേ റബ്ബേ. അല്ലാഹ് ആ ദിവസം ഫിർദൗസിൽ അലയിൽ ഞങ്ങളും ഉണ്ടാകണമേ റബ്ബേ. ആ സന്തോഷത്തിൻ്റെ ഭക്ഷണം കഴിക്കുന്ന ക്ഷണിക്കപ്പെട്ടവരിൽ ഞങ്ങളെയും ക്ഷണിക്കണമേ റബ്ബേ. നീ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, മഹ്ശറിൽ ഒരിക്കലും ദാഹമില്ലാത്ത ആ ഖബറിൽ എണീറ്റ് ഓടി വരുമ്പോൾ കിട്ടുന്ന ആ കൗസറിൻ്റെ വെള്ളം നീ ഞങ്ങൾക്ക് തരണം റബ്ബേ. ഞങ്ങളതിന് അർഹരല്ലെങ്കിലും നീ ഞങ്ങൾക്ക് ആ വെള്ളം തരണം റബ്ബേ. വിതച്ച് വരുമ്പോൾ ദാഹിച്ച് ബഹർ വരെ കിട്ടിയാലും ദാഹിച്ച്
إنك عفو كريم تحب العفو فاعف عنا اللهم إنك عفو كريم تحب العفو فاعف عنا اللهم إنك عفو كريم تحب العفو فاعف عنا ഖബറിൽ നിന്ന് എണീറ്റ് വരുന്ന നേരത്തുള്ള കൗതറിലെ വെള്ളം തരണം റബ്ബേ. അത് ഹറാമാക്കരുത് റബ്ബേ. പാപിയാണ് റബ്ബേ, ഞങ്ങളൊക്കെ പാപിയാണ് റബ്ബേ. ഞങ്ങളെ മുഖത്തിന്റെ കോലം കാണിച്ചു തരാൻ ഒരു ഷെഹറാനി ഇമാം ഇല്ലാത്തത് കൊണ്ടാണ് റബ്ബേ. ഞങ്ങളെ നീ ആ കോലത്തിൽ നിന്ന് മനുഷ്യ കോലത്തിലേക്ക് എത്തിച്ചേരണമേ റബ്ബേ. അല്ലാഹു ഉലൈക കൽഅൻആം എന്ന കോലത്തിൽ ഞങ്ങളെ മനുഷ്യ കോലത്തിലേക്ക് തിരിച്ചു തരണമേ റബ്ബേ. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. ഈ മജ്ലിസിൽ ഒരാളെ ഒരു രോമം പോലും നരകത്തിൽ ചാടരുത് റബ്ബേ. എല്ലാവർക്കും സ്വർഗവും നിന്റെ പൊരുത്തവും തരണമേ റബ്ബേ. എല്ലാം നിന്റെ സന്തോഷമാക്കണമേ റബ്ബേ. ഈ മജ്ലിസിനെ ഖബൂലാക്കണമേ റബ്ബേ. ഒരുപാട് റമളാനിൽ ഇതുപോലത്തെ സന്തോഷവും തരണമേ റബ്ബേ. നിന്നോട് പൊക്കുന്ന കൈ തരണമേ റബ്ബേ. ഇന്ന് ഞങ്ങൾ പഠിച്ചതും ഈ റമളാനിൽ പഠിച്ചതുമൊക്കെ പൊക്കുന്ന കൈയിന്റെ ഭാഗ്യമാണ്. അല്ലാഹ് ഞങ്ങളെ കൈ എപ്പോഴും നിന്നിലേക്ക് പൊങ്ങുന്ന കൈയാകണമേ റബ്ബേ. നിന്നിലേക്ക് പൊങ്ങുന്ന കൈയാകണമേ റബ്ബേ. അല്ലാഹു എല്ലാ വീടുകളിലേക്കും ഈ ഇംദാദി സംഭാവനയുടെ വെളിച്ചം എത്തിച്ചു കൊടുക്കുകയും ഒരു പെരുന്നാൾ പൈസ ഓരോ വ്യക്തിയും ഒരു 100 രൂപ ദാറുൽ ഖുർആനിലേക്ക് അല്ലാഹു ഒരു ഇംദാദി സംഭാവന നൽകുകയും ചെയ്യാൻ തൗഫീഖ് തരണം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആഖിബത്ത് നന്നായി മുഅ്മിനായി സത്യസന്ധനായി ജീവിച്ച് മരിച്ചാൽ അയാൾ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയപ്പെടുന്നു. മരിക്കാൻ തൗഫീഖ് തരണമേ റബ്ബേ. പറഞ്ഞതും എഴുതിയതും പ്രവർത്തിച്ചതും ഒക്കെ നിന്റെ പൊരുത്തത്തിലാക്കണമേ റബ്ബേ. ഞങ്ങളെ നിയത്ത് മോശമാണെങ്കിലും നിന്റെ സ്വീകാര്യത വലുതാക്കണമേ റബ്ബേ. ഞങ്ങൾ നിയത്ത് വളരെ പോക്കാണെങ്കിലും നിന്റെ ഖബൂലിയത്ത് വലുതാക്കണമേ. ഖബൂലി ചെയ്തവരുടെ കൂട്ടത്തിലേക്ക് ഞങ്ങളെയും കൂട്ടണമേ റബ്ബേ. റബ്ബന ഒരു സ്ത്രീ 313 രൂപ, വേറെ സ്ത്രീ 313 രൂപ, അവരെയൊക്കെ നീ ഖബൂലാക്കണമേ റബ്ബേ. എല്ലാ ഹലാലായ ഉറാദും ഹാസിലാക്കണമേ റബ്ബേ. മാനപ്പെട്ട് സാധിക്കും നമ്മുടെ ആത്മാർത്ഥതയുള്ളൊരു സഹായിയാണ് സാധിക്ക്. എത്രയാണ് അവൻ്റെ അധ്വാനം എന്ന് പറയാൻ പറ്റൂല. അവൻ്റെ ഒരു സഹായമാണ് ഈ കാണുന്നതൊക്കെ. ഇതിലൊക്കെ അവൻ്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. മരിച്ചു പോയി കഴിഞ്ഞ പോലെ ഒരു പെങ്ങൾ മൗഫറത്ത് കൊടുക്കും. പാവപ്പെട്ട ചെറിയ ചെറുപ്പക്കാരത്തി കുട്ടി മരിച്ചുപോയി, മൗഫറത്ത് കൊടുക്കണമേ റബ്ബേ. എൻ്റെ ഉപ്പാക്കും എൻ്റെ ഉമ്മാക്കും ഒക്കെ നിങ്ങളൊപ്പാക്കും എല്ലാവർക്കും മൗഫറത്ത് തരണമേ. എല്ലാവർക്കും മൗഫറത്ത്, എല്ലാവർക്കും സന്തോഷം. എല്ലാ മക്കളെയും സാഹിലിയാക്കി ബാപ്പിയും മക്കളും സന്തോഷമായി പെരുന്നാപ്പള്ളിയിൽ പോയി വന്നിട്ട് റാഹത്തായ ഒരു ഉരുള ചോറ് കഴിക്കാൻ ഒരു സന്തോഷത്തിൻ്റെ മക്കളെ കൂട്ടിയിരുത്തി റബ്ബേ ഈ നന്മ ഈ സന്തോഷം നിലനിർത്തണം എന്ന് പറഞ്ഞിട്ട് ഒന്ന് ദ്വാരന്നിട്ട് ഒരു ഉരുള ചോറ് കഴിക്കാൻ ഈ കൊല്ലത്ത് പെരുന്നാളിലും ഞങ്ങൾക്ക് തൗഫീഖ് തരണം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന. എല്ലാ രോഗവും മാറ്റണം റബ്ബേ. എല്ലാ പ്രയാസവും നീക്കണം. എല്ലാ കടവും വീട്ടിത്തരണം. എല്ലാ റഹ്മത്തും എത്തിച്ചേരണം. എല്ലാ റഹ്മത്തും എത്തിച്ചേരണമേ. എല്ലാ റഹ്മത്തും എത്തിച്ചേരണമേ. ربنا توفنا مسلمين والحقنا بالصالحين آمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد والآل والصحابة وسلم. صل على جميع الأنبياء അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നാളെയും ദാറുൽ ഖുർആനിൽ രാവിലെ 8:30 മണിക്ക് ക്ലാസ് ഉണ്ട്. മറ്റന്നാൾ 8:30 മണിക്ക് സമാപനമാണ്. ഒരു മാസത്തെ 29 നോമ്പിന് സമാപനം. തിങ്കളാഴ്ച ഉറപ്പില്ല, അതുകൊണ്ട് ഞായറാഴ്ച രാവിലെ 8:30 മണിക്ക് തൗബ മജ്ലിസ്, തൗബയുടെ വിശദീകരണത്തിൻ്റെ പൂർത്തീകരണം എല്ലാം ഉണ്ടാകും. ആ ഞായറാഴ്ച രാവിലെ എല്ലാവരും ആ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കും. അള്ളാഹു എല്ലാവരും സ്വീകരിക്കട്ടെ.